Lighter to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 253 ലൈവ് വെബിനാറാണല്ലോ ഇപ്പോൾ നടക്കുവാനായിട്ട് പോകുന്നത്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് സ്ഥിരമായി ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവർ, അതുപോലെ തന്നെ ഇന്ന് പുതുതായിട്ട് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ പ്രാരംഭമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. കഴിഞ്ഞ 252 വെബിനാറുകൾ നമുക്ക് വളരെ ഭംഗിയായി നടത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ദൈവനാമത്തിന് സ്തോത്രം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയം കേൾക്കുവാനായിട്ട് പോവുകയാണല്ലോ. പതിവ് പോലെ നമുക്ക് പ്രാരംഭ ഗാനത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മുടെ ഇന്നത്തെ വെബിനാർ നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രാരംഭ ഗാനത്തിനും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും എത്തിയിരിക്കുന്നത് ഇന്ന് മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ സുപരിചിതയായ ഒരു സംരംഭകയായിരിക്കുന്ന ശ്രീമതി സിനി റേച്ചൽ മാത്യു ആണ്. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ അംഗമാണ്. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ 204 വെബിനാറിൽ വിജയം വരിക്കുന്ന സംരംഭകയാകാം എന്ന വിഷയത്തിൽ സിനി റേച്ചൽ മാത്യു നേതൃത്വം നൽകിയിട്ടുണ്ട്. സ്വന്തം പ്രയത്നത്തിലൂടെ ഇന്ന് നമ്മുടെ നാവിന് രുചിയേറുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ സിനി റേച്ചൽസ് കിച്ചണിലൂടെ ഇന്ന് കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിതരണം ചെയ്യുന്നു. ഏതാണ്ട് 16 പരം ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭകയായി ഇന്ന് സിനി റേച്ചൽ മാറിയിരിക്കുന്നു. മാർത്തോമ സഭ അംഗമാണ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പ്രാരംഭ ഗാനത്തിനും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും വന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഏവരുടെയും പേരിൽ പ്രാരംഭ ഗാനത്തിനും പ്രാർത്ഥനയ്ക്കും ശ്രീമതി സിനി റേച്ചൽ മാത്യുവിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തോളട്ടെ. താങ്ക് യു സാറേ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നന്ദി നന്ദി ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി ദൈവമേ, നന്ദി എന്നേശുപരാ. അത്ഭുതമാർന്ന സ്നേഹത്തിനും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി ദൈവമേ, നന്ദി എന്നേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി ദൈവമേ, നന്ദി എന്നേശുപരാ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഒരു ദിവസം കൂടെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നുവല്ലോ. കർത്താവേ, ലൈറ്റർ ടു ലൈറ്ററിന്റെ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ കർത്താവേ പുതിയൊരു വെബിനാറിൽ കൂടെ കർത്താവേ ഞങ്ങൾക്ക് പുതിയൊരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും വ്യക്തി ജീവിതത്തിൽ ഹെറിറ്റേജിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുങ്ങി കർത്താവെ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ഡോക്ടർ ബീന തോമസ് സരനെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കൂടി വരുവാൻ തക്കവണ്ണം മുഖാന്തരങ്ങളെ ഒരുക്കിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ തരുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ കൂടിവരവുകളൊക്കെയും ഞങ്ങളുടെയും ഞങ്ങളുടെ ഭവനത്തിന്റെയും ഞങ്ങളുടെ സമൂഹത്തിന്റെയും ഞങ്ങളുടെ സഭയുടെയും
ഒക്കെയും നല്ല വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരുമാറാകണമേ. കർത്താവേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും നീ ആദിയോടന്തം ശക്തീകരിക്കുകയും നല്ല വഴിയും വാതിലും തുറന്നുകൊടുത്തു കർത്താവെ, ആവശ്യമാകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായിട്ടും കർത്താവെ, നീ അവരുടെ കൂടെ തുണയായി കാവലായി കൂടെ ഇരുന്ന് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ ഏറ്റവും പ്രയോജനകരമായി തീരുവാനും എന്നും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു തമ്പുരാന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. ആമേൻ. താങ്ക് യു ശ്രീമതി സുനി റേച്ചൽ മാത്യു. വളരെ മനോഹരമായ ഗാനത്തിനും അതുപോലെ തന്നെ അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥനയ്ക്കുമുള്ള സന്തോഷം അറിയിച്ചുകൊള്ളട്ടെ. വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇപ്രകാരം പ്രാരംഭ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ഗാനത്തിനും ആവശ്യപ്പെട്ടത്. വളരെ സന്തോഷമുണ്ട് അത് സ്വീകരിച്ചതിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിൻ്റെ 253 വെബിനാറിൽ ഇന്ന് നമ്മൾ ഡോക്ടർ ബിന തോമസ് മാഡത്തിലൂടെ കേൾക്കുവാൻ പോകുന്നത് വ്യക്തിജീവിതത്തിൽ ഹെറിറ്റേജിൻ്റെ പ്രാധാന്യം എന്ന വിഷയമാകുന്നുവല്ലോ. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ മോഡറേറ്ററായിട്ടിരിക്കുന്നത് നമ്മുടെ അഡ്മിന്മാരിൽ പ്രധാനിയായിരിക്കുന്ന ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. യാതൊരുവിധ ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാർ. 253 വെബിനാറുകൾ സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൽ ഏറ്റവും പ്രമുഖമായ പങ്ക് വഹിച്ച വ്യക്തി വിൽസൺ കരിമ്പന്നൂർ സാർ ആണ് എന്ന് അഭിമാനത്തോടെ പറയുവാനായിട്ട് സാധിക്കും. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം പറയുവാനായിട്ടുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ സാറ് ഒരു നല്ല പ്രഭാഷകൻ, അതുപോലെ തന്നെ ഗാനരചയിതാവ്, സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ സാറിൻ്റെ പങ്കാളിത്തം, അതുപോലെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു ആത്മീയൻ, സഭാസ്നേഹി, ഒരു സഞ്ചാരി, വ്ളോഗർ, എഴുത്തുകാരൻ, അങ്ങനെ നീണ്ടു പോകും ആ പട്ടികയൊക്കെയും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മാർത്തോമാ സഭയുടെ വിവിധ പ്രസ്ഥാനങ്ങളിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് സാറ്. നമ്മുടെ സഭയുടെ മുൻ സഭാ കൗൺസിൽ അംഗമായിരുന്നു. ഇപ്പോൾ സഭയുടെ വികസന സമിതിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായും അതുപോലെ തന്നെ മുംബൈ ഭദ്രാസന വികസന സമിതിയുടെ സെക്രട്ടറി ആയിട്ടും സാറ് പ്രവർത്തിക്കുന്നു. സാറിന് ലഭിക്കുന്ന സമയങ്ങളൊക്കെയും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാറ് ശ്രമിക്കാറുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി സാറ് സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സാറിൻ്റെ ഫോൺ തേടി എത്താത്ത സൗഹൃദങ്ങൾ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ വെബിനാറിൽ സാറ് മോഡറേറ്റർ സ്ഥാനം വഹിക്കുന്നതിനുള്ള സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും പേരിൽ ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറിനെ ഇന്നത്തെ വെബിനാറിൻ്റെ മോഡറേറ്ററായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ബെന്നി സാർ. ഇന്നത്തെ ഈ വെബിനാറിൽ മോഡറേറ്റർ ആയത് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടായതാ. ഞാൻ മോഡറേറ്റർ ആകാൻ ആഗ്രഹിച്ചില്ലായിരുന്നു. കാരണം ഇന്നും നമ്മള് പുറത്തു നിന്ന് ക്ഷണിച്ച ഒരു വ്യക്തി വരുമ്പോൾ സാധാരണ കുറെ കൂടെ സീനിയേഴ്സായ ആൾക്കാരെ കൊണ്ടൊക്കെയാണ് ഞാൻ മോഡറേറ്റർ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് നാട്ടില് നല്ല മഴയും പലരുടെയും നെറ്റിന് പ്രോബ്ലം ഉള്ളത് കൊണ്ട് പലരും ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇന്നെടുത്ത് റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഇന്ന് അതിന്റെ ഭവിഷ്യത്ത് നമുക്ക് മെമ്പേഴ്സിന്റെ നമ്പറിലും ബാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പലരും പേഴ്സണലി വിളിച്ചു പറഞ്ഞു മഴ കാരണം നമുക്ക് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പൊ ഇത്രയും പേര് വന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളത് ആണ്. ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 253 ലൈവ് വെബിനാർ ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇന്നിവിടെ ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന ഏവരെയും ഞാൻ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥിരമായി സംബന്ധിക്കുന്ന അനേക വ്യക്തികളുണ്ട്. അവരൊക്കെ ഇന്നും സംബന്ധിക്കുന്നുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും സംബന്ധിക്കുന്നുള്ളത് സന്തോഷകരമാണ്. അതുപോലെ തന്നെ നമ്മുടെ പട്ടക്കാരിൽ ചിലര് സ്ഥിരമായിട്ട് സംബന്ധിക്കുന്നവര് അവര് ഇന്നും സംബന്ധിക്കുന്നതായിട്ട് കാണുന്നു. വളരെ സന്തോഷം. ഇന്നത്തെ മുഖ്യ പ്രഭാഷക എന്ന് പറഞ്ഞത് പ്രഭാഷക ഡോക്ടർ ബീന തോമസ് തരകനാണ്. ഡോക്ടർ ബീന തോമസ് തരകനെ ഞാൻ ഫേസ്ബുക്കിൽ കൂടെ വർഷങ്ങൾക്ക് മുമ്പേ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാ പരിചയപ്പെടാൻ കാരണം, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ഡോക്ടർ ബീന തോമസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്.
ആ വ്യക്തിയെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളത് കൊണ്ട് ഫേസ്ബുക്കിൽ ഈ പേര് കണ്ടപ്പോൾ അദ്ദേഹമാണോ ഈ വ്യക്തി എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു, ബറോഡയിലെ ബീനായാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ എനിക്ക് മറുപടി കിട്ടി യേസ് എന്ന്. അപ്പൊ ഞാൻ നമ്മുടെ സ്ഥിരം പരിചയമുള്ള ഫ്രണ്ടായ ബീന ആണെന്ന് കരുതി കുറെ സംസാരിക്കാൻ ഒക്കെ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ ബീന തോമസ് തരകനാണെന്ന് പറഞ്ഞതും മറ്റൊരു വ്യക്തിയാണെന്ന് മനസ്സിലായത്. ഓക്കെ, അന്ന് ഞാൻ ആ നാമധേയം ശ്രദ്ധിച്ചു. പിന്നാണ് വളരെ ഈ അടുത്ത കാലത്ത് അറിയുന്നത് നമ്മുടെ വെബിനാറിൽ ഒന്നിലധികം തവണ പ്രഭാഷണം അവതരിപ്പിച്ച ജെ.എസ്. അടൂർ സാറിന്റെ ഭാര്യയാണ് ബീന തോമസ് തരകൻ എന്ന് പിന്നീടാണ് മനസ്സിലായത്. എന്നാല് പിന്നീട് മാഡത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ആരും കൈവെക്കാത്ത ഒരു മേഖലയാണ് ഈ ആർക്കിയോളജി അല്ലെ ഹെറിറ്റേജ് എന്നൊക്കെ പറയുന്ന മേഖല. അത് തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമാക്കി എടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബീന തോമസ് തരകന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആർക്കിയോളജിയില് പൂനെ യൂണിവേഴ്സിറ്റിയിലെ ഡെക്കാൻ കോളേജിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. ആർക്കിയോളജിയും ഹിസ്റ്ററിയും ഹെറിറ്റേജും നല്ല ഭംഗിയായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന വ്യക്തിയാണ്. ഈ 3 വിഷയങ്ങളെ പറ്റിയും നല്ലപോലെ ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തി. ബാങ്കോക്കിലെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ ഹിസ്റ്ററി അധ്യാപികയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ്, അതായത് യുനെസ്കോയ്ക്ക് വേണ്ടി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിംഗ് പ്രോജക്റ്റിന്റെ സ്പെഷ്യൽ ഓഫീസറായി കേരള ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ തിരുവനന്തപുരത്തെ ഹെറിറ്റേജ് വോക്ക് ട്രിവാൻഡ്രം എന്ന പേരിൽ ഒരു വോളണ്ടിയർ ഓർഗനൈസേഷൻ ഇവരെല്ലാവരും കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ സ്ഥാപക കോർഡിനേറ്റർ ആയിരുന്നു ബീന മാഡം. അതുപോലെ തന്നെ പല രംഗത്ത് തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ട്. എഴുത്ത് രംഗത്ത് നല്ല പല പ്രസിദ്ധീകരണങ്ങളുടെ കോളമിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ആർട്ടിക്കിളുകൾ അനവധി എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം കേന്ദ്രമാക്കി ഇപ്പോഴും ഈ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബറോഡയാണ് സ്വദേശം. അതുകൊണ്ട് മലയാളത്തിന്റെ ചില പരിമിതികളൊക്കെ കാണും, എന്നാലും മലയാളം നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. ബീന മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഇപ്പോൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ഹെറിറ്റേജിനെ പറ്റി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി ജീവിതത്തിൽ ഹെറിറ്റേജിന്റെ പ്രാധാന്യം എന്ന വിഷയം അവതരിപ്പിച്ച അതിന്റെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞപ്പോഴേ എന്നോട് ചിലരൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ വിഷയം നമുക്ക് ചേർന്നതാണോ? നമ്മൾ ഒരു പ്രോഗ്രസീവായ ഒരു പ്രസ്ഥാനമാണല്ലോ. ഈ പ്രോഗ്രസീവ് പ്രസ്ഥാനത്തിന് ഈ വിഷയം ചേരുമോ എന്ന് സംശയം പ്രകടിപ്പിച്ച പലരുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, ഹെറിറ്റേജ് എന്നാൽ എന്തോ ഉദ്ദേശിക്കുന്നു ചോദിച്ചപ്പോൾ അവരെല്ലാവരും കുലമഹിമ അല്ലെ കുലത്തിന്റെ പാരമ്പര്യം എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് ഷെയർ ചെയ്തത്. ഞാനപ്പോൾ അവരോട് തീർത്തു പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഹെറിറ്റേജ് അത് വെറും കുലത്തിലൊന്നും ഒതുങ്ങുന്നതല്ല. അത് ഞാനിവിടെ മനഃപൂർവ്വം പൈതൃകം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വേണേൽ പലരും അതും സൂചിപ്പിച്ചു, എന്തുകൊണ്ടാണ് ഹെറിറ്റേജ് എന്നുള്ള വാക്ക് മാത്രം ഇവിടെ പ്രയോഗിച്ചതെന്ന്. ഞാൻ ജെ.എസ്. അടൂർ സാറുമായിട്ട് ഈ വിഷയം നേരത്തെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഹെറിറ്റേജിന്റെ മലയാളം പൈതൃകമല്ല. പൈതൃകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഗുണങ്ങളോ പാരമ്പര്യമോ പിതൃ സ്വത്തുകളോ ഒക്കെയാ പൈതൃകം. പിതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് പൈതൃകം. പക്ഷെ ആ ഒരു വിഷയം പിതൃത്വത്തിൽ ഒതുങ്ങുന്നതല്ല ഹെറിറ്റേജ്. ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ ശരിക്കും മലയാളത്തിൽ അതിന് തുല്യമായ ഒരു പദമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സമൂഹത്തെ സംബന്ധിച്ച് അതിന്റെ ഹെറിറ്റേജിന് വളരെ വളരെ സാങ്കത്യമുണ്ട്.
പ്രത്യേകിച്ച് ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മള് ഉദ്ദേശിക്കുന്നത് പോലെ ഈ കുടുംബ പാരമ്പര്യമോ കുടുംബ മഹിമയോ ഒന്നും അല്ല. നമ്മുടെ നിർമ്മിത അല്ലെ ബിൽറ്റ് ഹെറിറ്റേജ് ഉണ്ട്. പുരാതനമായ ബിൽഡിങ്ങുകളും അതുപോലുള്ള കോട്ട കൊത്തളങ്ങളും ഒക്കെ ബിൽറ്റ് ഹെറിറ്റേജ്. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ഹെറിറ്റേജ് ഉണ്ട്. അത് സഹജ പാരമ്പര്യം എന്ന് വേണേൽ മലയാളത്തിൽ നമുക്ക് പറയാം. നദികളെ, തോടുകളെ, നമ്മുടേതായ പാടങ്ങളെ, ഇങ്ങനെയൊക്കെ ഉള്ളത് നാച്ചുറൽ ഹെറിറ്റേജ് ആയിട്ട് വരും. അങ്ങനെ ഇത് രണ്ടിനേക്കാൾ ഉപരി ഞാൻ ഊന്നൽ കൊടുക്കുന്ന സാംസ്കാരിക ഹെറിറ്റേജ്, സാംസ്കാരിക തലത്തിലാണ് അതിന് പ്രാധാന്യം. ഓരോ സമൂഹത്തിനും അതിൻ്റെതായ സാംസ്കാരിക പശ്ചാത്തലമുണ്ട്, അതിൻ്റെ പാരമ്പര്യമുണ്ട്. അത് നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ നല്ല നല്ല നന്മകൾ അതിൽ നിന്ന് നിലനിർത്തുകയും പോരായ്മകൾ പരിഹരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വ്യക്തി ജീവിതത്തിൽ നേട്ടങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഹെറിറ്റേജിനെ പറ്റി പറയുമ്പോൾ നമ്മള് ഒരു നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ ഹെറിറ്റേജ് ഒരു ചെറിയ വിഷയമല്ല. ഹെറിറ്റേജ് നമ്മുടെ കൃഷി രീതിയിൽ ഉണ്ട്, നമ്മുടെ ജീവിത രീതി ഹെറിറ്റേജ് കാണാം. അതിനേക്കാളൊക്കെ ഹെറിറ്റേജില് ഇന്ന് ഏറ്റവും ലോകത്തെ ഐറിഷ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ടൂറിസത്തിൽ ഏറ്റവും സാധ്യതയുള്ളതാണ് ഹെറിറ്റേജ്. ഇന്ന് ലോകത്തിലെ എല്ലാ പ്രകൃതി രമണീയതയെക്കാളൊക്കെയും ഹെറിറ്റേജിനാണ് ടൂറിസത്തിൽ പ്രസക്തി ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഒന്നാണ് ഈ ഐറിഷ് ഹെറിറ്റേജ്. ടൂറിസത്തിൽ വളരെയധികം മുന്നോട്ട് നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. ഞാൻ ഇനിയും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികപ്പറ്റാകുമെന്നുള്ളതിനാല് ഞാൻ വിഷയത്തിന്റെ അവതരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ബീന തോമസ് തരകൻ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു വിൽസൺ സർ. സോ പല കാര്യങ്ങളും ഓൾറെഡി വിൽസൺ സർ ഓൾറെഡി ഹെറിറ്റേജിനെ കുറിച്ചിട്ട് പറഞ്ഞത് ശരിയാണ്. പൈതൃകം എന്നുള്ള മലയാളത്തിൽ നമ്മൾ പറയണത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ വെരി കറക്റ്റ് വേ ഓഫ് അഡ്രസ്സിങ് ദ വേർഡ് ഹെറിറ്റേജ്. അതേപോലെ തന്നെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയാം, എൻ്റെ മലയാളം അത്ര ശരിയാവില്ല. പക്ഷെ ഐ ഹോപ്പ് യു വിൽ ബെയർ വിത്ത് ഇറ്റ്. ഐ വിൽ സ്പീക്ക് ഇൻ മംഗ്ലീഷ്, കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളം ഒക്കെ ആയിട്ട്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ രണ്ടാമത്, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴ നടക്കുകയാണ്. അപ്പോ കറണ്ട് പോവേ അല്ലെങ്കിൽ നെറ്റ് പോവണേന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. സോ പ്ലീസ് ബെയർ വിത്ത് മീ ഈ രണ്ട് കാര്യങ്ങള്. പക്ഷെ അതർ ദാൻ ദാറ്റ്, താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്ന് പറയാനായിട്ട്. പക്ഷെ ഇതും സഡൻലി ആയിരുന്നു. വിൽസൺ സാർ ഒരു 4 ദിവസം മുന്നാണ് എന്നോട് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ വെബിനാർ ചെയ്യാവോ എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ പരിമിതികളും പറഞ്ഞു. ഇങ്ങനെ മലയാളം അത്ര വലിയതായിട്ട് എല്ലാ വാക്കും മലയാളത്തിൽ വരില്ല and all that, but he said that was all right. I just have to speak. പിന്നെ that is also true that ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ജനറലി ഈസ് ക്വൈറ്റ് റെയർലി ആണ് സ്റ്റുഡൻസ് എടുക്കുന്നത്. എസ്പെഷ്യലി കേരളയില് മലയാളീസിന് കൂടുതലും മെഡിസിനും എഞ്ചിനീയറിംഗും ഒക്കെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയ കാരണം ഇങ്ങനെ ഒരു ആർക്കിയോളജി എന്നുള്ള സബ്ജക്ട് എടുക്കാൻ വളരെ കുറച്ച് കുട്ടികളാണ് പോവാറുള്ളത്. പിന്നെ ഞങ്ങളൊരു വളരെ കുറവ് സെറ്റ് ഓഫ് പീപ്പിൾ. ബിക്കോസ് ഓഫ് ദാറ്റ് ദർ ആർ വെരി ഫ്യൂ. ഐ മീൻ മേ ബി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു ആർക്കിയോളജിസ്റ്റിനെ പരിചയപ്പെടുന്നത്. But I'm very happy that I'm here and I've been given this opportunity to talk to all of you. Before we get into the topic of the importance of heritage, അല്ലെങ്കിൽ പൈതൃകത്തിന്റെ പേഴ്സണൽ ലൈഫ്സിൽ എന്താ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് പറയാനായിട്ടും മുന്നേ നമുക്ക് ആക്ച്വലി പൈതൃകം അല്ലെങ്കിൽ സംസ്കൃതി എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയണത് വാട്ട് എക്സാക്ട്ലി ഡു വി മീൻ ബൈ ദാറ്റ്. സാധാരണ രീതിയിൽ നേരത്തെ വിൽസൺ സാറും സൂചിപ്പിച്ച പോലെ പൈതൃകം എന്ന് വെക്കുമ്പോൾ സാധാരണ ആൾക്കാർ വിചാരിക്കണത് ബിൽഡിങ്സ് ആണ്. നമ്മുടെ പഴയ ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചേക്കുന്നത് ഒരു ഹംപിയുടെ ചിത്രമാണ്. ഹംപി എന്ന് പറയുന്ന സൈറ്റില് വിജയനഗര എംപയറിന്റെ അവശേഷങ്ങളുടെ ചിത്രമാണ്. സോ കൂടുതലും ആൾക്കാര് വിചാരിക്കണത് പൈതൃകം എന്ന് പറയണത് വാട്ട് എവർ സ്ട്രക്ചേഴ്സ്, വെദർ ഇറ്റ് ഈസ്
താജ്മഹൽ ആയാലും ഹംപി ആയാലും കുത്തുബ് മിനാർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കേരളയുടെ സ്വന്തം പത്മനാഭപുരം പാലസ് ആയാലും അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം ആയാലും ഇതൊക്കെയാണ് നമ്മുടെ ഹെറിറ്റേജ് എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഒരു ആർക്കിയോളജി പഠിക്കുന്ന സ്റ്റുഡന്റിന് അത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇത് മാത്രമല്ല നമ്മുടെ പൈതൃകം, ഓർ ദിസ് ഇസ് നോട്ട് അവർ ഓൺലി ഹെറിറ്റേജ്. ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രോഡർ മീനിങ് നമ്മുടെ പാസ്റ്റിന് എന്തൊക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്നു, എന്തൊക്കെ നമ്മൾ ചെറിഷ് ചെയ്യുന്നു, അതെല്ലാം നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. സോ അതില് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സ്ട്രക്ചറൽ ഹെറിറ്റേജ്, നമ്മുടെ നാച്ചുറൽ ഹെറിറ്റേജ്, നമ്മുടെ കാടുകൾ, നമ്മുടെ മലകൾ, നമ്മുടെ റിവേഴ്സ്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബേസിക്കലി അതെല്ലാം നമ്മുടെ ഹെറിറ്റേജ് ആണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റാത്തത് അല്ലെങ്കിൽ തൊടാൻ പറ്റാത്ത സാധനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ കൾച്ചറൽ പെർഫോമൻസസ്, നമ്മുടെ ഡാൻസസ്, നമ്മുടെ പെയിന്റിങ്സ്, നമ്മുടെ ആർട്ട് എല്ലാം ഈ പൈതൃകത്തിന്റെ ഭാഗമായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ ഹെറിറ്റേജിന്റെ ഭാഗമാണ് നമ്മുടെ നടന്നക്കണ എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങള് അല്ലെങ്കിൽ റെവല്യൂഷൻ, all that has happened. Our politics itself is also part of our heritage. What happened entirely in the past. Basically, നമ്മൾ ചുരുക്കത്തിൽ അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴികളെല്ലാം നമ്മുടെ പൈതൃകമാണ്. ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു നിങ്ങൾ ആരാണോ ഇന്ന്, അത് എല്ലാം ഈ കഴിഞ്ഞ കാലങ്ങളുടെ ഫുൾ ഒരു ലോഗ് ബുക്ക് ആണ് ദാറ്റ് യു ആർ, ദ പ്രസന്റ്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ കുട്ടികളായിട്ട്, കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് എൻഗേജ് ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവർക്കായിട്ട് കുറെ വർക്ക്ഷോപ്സും ക്ലാസ്സസും ഒക്കെ ഉണ്ടാക്കും. ബിക്കോസ് കുട്ടികളാണ് നമ്മുടെ നാളത്തെ, ദേ ആർ ദ ഫ്യൂച്ചർ. ഇപ്പൊ സാധാരണ ഒരു ക്ലീഷ ആയിട്ട് നമ്മൾ പറയും the study of the past is important for the future. ഇതൊരു റെഗുലർ ഒരു സ്കൂളിലെ സ്ഥിരം ഹിസ്റ്ററി ക്ലാസ്സിൽ ടീച്ചർമാർ പറയുന്ന ഒരു കാര്യമാണ്. പാസ്റ്റ് is important to understand the present and to act accordingly for the future, which is very correct. പക്ഷേ as far as children are concerned, they need to understand, അവർക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. because they are the people in the future who are going to become political leaders, who are going to become the safeguarding people of the culture and society. നമ്മുടെ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമം നാളെ എന്തായി മാറും എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ കുട്ടികളാണ്. ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ വളരെ പ്രസിംഗ് ആയിട്ട് നമ്മുടെ കേരളയിൽ നടക്കുന്ന ഒരു മൈഗ്രേഷൻ ഉണ്ടല്ലോ, കുട്ടികളുടെ സ്റ്റുഡൻസ് എല്ലാവരും പഠിക്കാൻ വെളിയിൽ പോണു. അതൊക്കെ ഈ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ചരിത്രം പണ്ട് നടന്ന ഒരു യുദ്ധമായിരിക്കും അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിൾ ഒക്കെയാണ് നമ്മൾ. ബട്ട് ദിസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടുഡേ, ഇന്ന് നടക്കുന്ന എല്ലാ സംഭവങ്ങളും നാളെ ഈ ചരിത്രത്തിന്റെ ഭാഗമാവും. അപ്പൊ ഇന്നിപ്പോ കുട്ടികളെല്ലാവരും വിദേശത്ത് പഠിക്കാൻ പോണു അല്ലെങ്കിൽ ഫാമിലീസ് മൈഗ്രേറ്റ് ആയി പോകുന്നു. അതെല്ലാം നമ്മുടെ സമൂഹത്തിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നാളെ നമ്മുടെ സമൂഹം എങ്ങനെയാവുന്നു എന്നുള്ളത് ഇന്നത്തെ ഈ കാലഘട്ടം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളുടെ കാലഘട്ടം ഇത് തീരുമാനിക്കും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ ചരിത്രം അല്ലെങ്കിൽ പൈതൃകത്തിനെ കുറിച്ച് ഒരു വൈഡർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ട കാര്യം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ സ്കൂളിൽ ഒരു എക്സസൈസ് കുട്ടികൾക്ക് കൊടുക്കും, സെയിങ് ദാറ്റ് നിങ്ങളുടെ പപ്പയും മമ്മിയും ആരായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ആരായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് പേരൻസ് ആരായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് അതിന്റെ ബിയോണ്ട് ആയിട്ട് അവർക്ക് അറിയില്ല. സോ ആ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സസൈസ് ആണ്. ദിസ് ഇസ് ഐ എം ടോക്കിംഗ് ഫോർ ചിൽഡ്രൻ. അല്ലെങ്കിൽ ഞാൻ പല സിറ്റീസിൽ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡന്റ് ആയ കാരണം ഇത് ആ സിറ്റിയുടെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഹിസ്റ്ററി അറിയാനുള്ള കൗതുകം എനിക്കുണ്ട്. ആൻഡ് ഐ മേക്ക് എ ജെന്യുവൻ എഫേർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്ററി ഓഫ് ദാറ്റ് റീജിയൻ.
അപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്ത് 15 കൊല്ലം മുന്നേ ഞാൻ ട്രിവാൻഡ്രത്ത് ബേസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി ഹിസ്റ്ററി ഓഫ് ട്രിവാൻഡ്രം ഓൾസോ. പക്ഷെ അത് മെയിനായിട്ട് വിൽസൺ സാറ് പറഞ്ഞ പോലെ ഞാൻ ബറോഡയിലായിരുന്നു, സ്കൂളിങ്ങും ഒക്കെ എൻ്റെ അവിടെയായിരുന്നു. അപ്പോൾ നമ്മള് വേറൊരു സ്റ്റേറ്റിൽ പഠിക്കുമ്പോൾ, എസ്പെഷ്യലി നോർത്തിൽ പഠിക്കുമ്പോൾ, നമ്മൾക്ക് ഈ സൗത്തിന്റെ ഹിസ്റ്ററി ഹെറിറ്റേജ് ഒന്നും നമ്മൾ പഠിക്കണില്ല. എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇപ്പോഴും ഈവൻ ഇൻ കേരള സ്റ്റേറ്റ് സിലബസ് നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രമാണ് കേരളയുടെ ഹിസ്റ്ററി ഹെറിറ്റേജിനെ കുറിച്ച് പഠിക്കുന്നതെന്ന് അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ കൂടുതലും അറിയുന്നത് മൗര്യാസിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ മുഗൾസിനെ കുറിച്ച് അറിയാം, അക്ബറിനെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും താജ്മഹലിനെ അറിയാം, എല്ലാവർക്കും ഖജുറാഹോ അറിയാം. പക്ഷെ എത്രമാത്രം ഇന്ത്യൻസിന് നമ്മുടെ പത്മനാഭപുരം പാലസിനെ കുറിച്ചോ, അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയെ കുറിച്ചോ, അല്ലെങ്കിൽ കൊലച്ചൽ നടന്ന യുദ്ധത്തെ കുറിച്ചോ, അല്ലെങ്കിൽ പഴശ്ശിരാജയെ കുറിച്ചോ എത്ര നോർത്ത് ഇന്ത്യൻസിന് ഇവരെ കുറിച്ച് അറിയാം? അത് ഇറ്റ്സ് വെരി ഫ്യൂ പീപ്പിൾ നോ അബൌട്ട് ഇറ്റ്. ഇപ്പോ അഫ്കോഴ്സ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ട ട്രഷർ വെളിയിൽ വന്ന കാരണം എല്ലാവർക്കും അതിനെ കുറിച്ചിട്ട് അറിയാം. പക്ഷെ അതിനേക്കാളും മുന്നേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും ആൾക്കാർക്ക് വലിയ വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ദിസ് ഐ സേ ഇസ് ഹിസ്റ്ററി ഓഫ് ദ പെരിഫറീസ് എന്ന് നമ്മൾ പറയും. ഈ സൈഡില് ഉള്ള രാജ്യങ്ങളെ കുറിച്ചിട്ട് ആർക്കും വലിയ അറിവുണ്ടാവില്ല. ഫോർ ഇൻസ്റ്റൻസ് ഐ ഓൾവേസ് സേ, പോർച്ചുഗീസുകാര് ഗോവയിൽ വരുന്നതിലും മുന്നുള്ള ചരിത്രം എത്രമാത്രം ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയാം? വളരെ കുറച്ച് ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം എല്ലാവർക്കും അറിയാം, ലൈക്ക് വാസ്കോഡിഗാമ വന്നു, ഈ സംഭവം ആ സംഭവം ഒക്കെ അറിയാം. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലത്തെ ഹിസ്റ്ററി, ഈ നോർത്ത് ഈസ്റ്റില് നമുക്ക് ഇപ്പോ 7 സ്റ്റേറ്റ്സ് ഉണ്ട്. പക്ഷെ ആ സ്റ്റേറ്റ്സിന്റെ ഹിസ്റ്ററി എത്രമാത്രം ആൾക്കാർക്ക് അറിയാം? ആർക്കും കൂടുതൽ അറിയില്ല. ഇറ്റ് ഇസ് ആസ് ഇഫ് അവിടെ ആൾക്കാരെ താമസിച്ചിരുന്നില്ലാത്ത രീതിയിലാണ് ആൾക്കാർ ഇപ്പോഴും ചിന്തിക്കേണ്ടത്. പല ആൾക്കാർക്ക് ഈ 7 സ്റ്റേറ്റ്സിന്റെ പേര് പോലും അറിയണ്ടാവില്ല. Kerala, I'm not talking about Malayalis because Malayalis are far more educated and aware. But I know in Gujarat also there are friends and friends ചെറുപ്പത്തില് അവർക്ക് അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ നോർത്ത് ഈസ്റ്റിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, സ്റ്റേറ്റ്സിന്റെ പേരെന്താന്ന് പോലും അറിഞ്ഞിരുന്നില്ല. അപ്പൊ നമ്മൾ കൂടുതലും പഠിക്കുന്നത് ഈ മെയിൻലാൻഡ് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ്. ആ ഹിസ്റ്ററിയുടെ ഇപ്പൊ ഇതിന്റെ എല്ലാം റിപ്പർക്കഷൻസ് ഐ വിൽ ടെൽ ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് മൈ ടോക്ക്. ദാറ്റ് ഈസ് വെൻ വി സേ ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ പേഴ്സണൽ, ഹൗ ഹെറിറ്റേജ് ഇസ് ഇമ്പോർട്ടന്റ് അറ്റ് എ പേഴ്സണൽ ലെവൽ. അപ്പൊ നമ്മൾ കൂടുതലും ഈ മെയിൻലാൻഡ് വിച്ച് വി കോൾ ദ ഗാൻജറ്റിക് പ്ലെയിൻ, that's basically consisting of big rivers like Ganga, Yamuna, Manyapoya, Saraswati. ഈ റിവേഴ്സിന്റെ ആ മെയിൻ ഗാൻജറ്റിക് പ്ലെയിൻ ആയിരുന്നു ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. അവിടെ നടന്നിരുന്ന സംഭവം എല്ലാവർക്കും നമുക്കറിയാം. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഇൻ ദീസ് പെരിഫറൽ റീജിയൻസ് ഇസ് സംതിങ് ദാറ്റ് വി ഡോണ്ട് നോ. സോ ആസ് എൻ ആർക്കിയോളജിസ്റ്റ്, as a person who is working with heritage very closely, എൻ്റെ മെയിൻ ഒരു എന്താ പറയാ മിഷൻ എന്ന് വെച്ചാൽ ഈ അറിയാത്ത സ്ഥലങ്ങളുടെ ഹിസ്റ്ററി ഹെറിറ്റേജ് ഒന്ന് നമ്മൾ എന്താ പറയാ അതിനെ കുറിച്ച് ബോധവൽക്കരണം ചെയ്യണം. ആ ഒരു കാര്യമുണ്ട്. പിന്നെ രണ്ടാമത്തത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത്. ഇത് ഉണ്ട് എന്ന് മാത്രമല്ല, പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് ആ ഒരു അറിവും കൂടി കൊടുക്കാണ്. നേരത്തെ വിൽസൺ സാറ് പറഞ്ഞു, ചിലർക്ക് ഈ ഗ്രൂപ്പിൽ ചിലവർ ഇങ്ങനെ പറഞ്ഞു ദാറ്റ് യുനോ നമ്മൾ പ്രോഗ്രസീവ് ആയിട്ട് ഉള്ള ഗ്രൂപ്പ് ആവുമ്പോൾ ഈ പൈതൃകം പോലത്തെ പഴയ കാര്യങ്ങളെ കുറിച്ച് എന്തിനാണ് നമ്മൾ അതിനെ കുറിച്ച് പറയണേന്ന്. പക്ഷെ the fact remains, you are what you are because of the ways you have taken, the path you have come from. നമ്മൾ മലയാളത്തില് പറയൂലോ, വന്ന വഴികൾ ഒരിക്കലും മറക്കരുത് എന്നുള്ളത്. അതുപോലെയാണ് നമ്മള് ഈ പൈതൃകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചുരുക്കത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച, ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോ
കേരളയുടെ ഹിസ്റ്ററി തന്നെ എടുത്തു നോക്കുക എന്ന് വെച്ചാൽ like many people would like to think that ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഫോർ ഇൻസ്റ്റൻസ് ഒരുപാട് മാർത്തോമ പള്ളികളുണ്ട്, ഒരുപാട് ഓർത്തഡോക്സ് പള്ളികളുണ്ട്. പക്ഷേ ദ ഫാക്ട് പലരോടും ഈ പള്ളിയിൽ പോണ പല ആൾക്കാരോടും ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ട്രിവാൻഡ്രംകാരാണെന്ന് പറയും. പക്ഷേ ദ ഫാക്ട് ഈസ് it is not very long ago that these churches came up in Trivandrum. ഈ മിക്ക ഈ ട്രിവാൻഡ്രത്തിൽ ഈ പോണ പള്ളിയിൽ പോണ ആൾക്കാരുടെ ശരിക്കുള്ള റൂട്ട്സ് ഇസ് ഇൻ സെൻട്രൽ ട്രാവൻകോർ. They are probably from Kottayam or from Tiruvalla or districts like that, north. Because these churches came up in Trivandrum much later. Maybe not more than 150 years ago that the first Marthoma or first Orthodox church came up in Trivandrum. So these things that you feel, you do think, നമുക്ക് തോന്നുമ്പോൾ ഞാൻ ഇവിടത്തുള്ള ആളാണുള്ളത്. പക്ഷെ the fact is there is a history behind how you reached Trivandrum, how your parents may have been government servants, or your parents were working in Trivandrum, or your grandparents were working in Trivandrum. And when a substantial number of Marthomites or a substantial number of Orthodox Christians came and settled in Trivandrum, there was felt a need that we should establish a Marthoma church or Orthodox church. But yeah, the Catholics were pretty much there, especially the Latin Christian community. Like for instance, Trivandrum ഏറ്റവും ആദ്യം വെച്ച ചർച്ച് ഏതാന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ സെന്റ് ആൻസ് ചർച്ച് വിച്ച് ഈസ് അറ്റ് പേട്ട. അതും കോട്ടയുടെ പുറത്തായിരുന്നു ഈ ചർച്ച്. എന്താന്ന് വെച്ചാൽ അന്നത്തെ സിറ്റുവേഷനില് ഹിന്ദുസ് അല്ലാണ്ട് വേറൊരു കമ്മ്യൂണിറ്റിനെയും കോട്ടയുടെ അകത്ത് സ്ഥാനം ഉണ്ടായിരുന്നില്ല. സോ അന്നത്തെ സാഹചര്യത്തില് പോർച്ചുഗീസുകാർക്ക് ഒരു ചർച്ച് വെക്കണം എന്ന് തോന്നിയപ്പോ കോട്ടയുടെ പുറത്ത് പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് സെന്റ് ആൻസ് ചർച്ച് നിൽക്കുന്നത്. പലരും ഈ ഗ്രൂപ്പിൽ ട്രിവാൻഡ്രംകാരുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദി ഓൾഡസ്റ്റ് ചർച്ച്. അതും പേട്ട എന്ന് വെച്ചാൽ മലയാളത്തില് ഇറ്റ് ഇസ് ബേസിക്കലി ടോൾനാക്ക എന്ന് നമ്മൾ പറയണ പോലെയാണ് പേട്ട എന്നുള്ള റീജിയൻ. കച്ചവടക്കാര് ടൗണിലേക്ക് കടക്കുന്നതിന് മുന്നേ അവര് പെർമിഷനും ഒരു ലൈസൻസ് പോലെ എടുക്കുന്ന ഒരു സ്ഥലമാണ് പേട്ട എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ജംഗ്ഷനിലാണ് ഈ സെന്റ് ആൻസ് ചർച്ച് ഇപ്പോൾ നിൽക്കുന്നത്. So what I mean to say is that you need to understand how the very fact how you are here at a given place and time, why you are here. I know എൻ്റെ ഒറിജിനൽ റൂട്ട്സ് എന്ന് വെച്ചാൽ തൃശ്ശൂരാണ്, ഗുരുവായൂർ അടുത്താണ് എൻ്റെ പേരൻസ്, എൻ്റെ ഫാദറിന്റെ വീട്. പക്ഷെ ആ ഒരു ആസ്പെക്ട് നമുക്ക് ഒരിക്കലും ഇറേസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ നമ്മള് അമേരിക്കയിൽ പോയി സെറ്റിൽ ആയാലും എത്ര ജനറേഷൻ ആയാലും യു നോ ദാറ്റ് നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത്. യു cannot become an American just by living there for even if it is for a few centuries, because at the end of the day your roots matter to you. That is at a personal level what I'm saying. But even as a person, the importance of knowing your history and heritage becomes significantly more important, because you need to know ഇന്ന് നടക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ circumstances, whether it is the environmental circumstances or the political circumstances or the social issues that we are being faced with, where does it all start from? How does it all start? And what exactly are we as responsible citizens? Not just responsible, but citizens who are educated of their past. What do we understand and what do we take back from our history? That is important. I feel especially I'm especially concerned, I'm especially sensitive to the kind of ideas or the kind of propaganda that goes on to
tarnish one kind of thought or one kind of community or one kind of thought process and understand it is all justified. നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ന് നടക്കുന്നതെല്ലാം ജസ്റ്റിഫൈഡ് ആണ്. സിമ്പിൾ തിങ് ചരിത്രത്തിൽ എന്തുമാത്രം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം ഇന്നും അങ്ങനെ യുദ്ധം ചെയ്യണം എന്നാണോ നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്? അതിൽ നിന്ന് ടേക്ക് ബാക്ക് ചെയ്യേണ്ടത് നമ്മൾ അതാണോ? ദാറ്റ് ഇസ് വൺ തിങ് ദാറ്റ് വി നീഡ് ടു നോ. ബട്ട് ഓൺ ദി അതർ അല്ലെങ്കിൽ what exactly are we learning from it? Should we be a progressive society wherein we have learned from our mistakes? And how tolerant are we, or how sensitive or how mature we are to understand that these have happened in the past and the effects have not been good? So instead of yet again repeating such a mistake, should we be learning from it and saying, yes, we know our mistakes and we shouldn't be repeating it again? We are more mature, have a better understanding, we are more progressive, and we have to learn to be more tolerant about these things. Your aspect is very important if you understand history and you appreciate the heritage that we have. It is not just about നമ്മള് ഇപ്പൊ നമ്മള് ഹിസ്റ്ററി നോക്കുമ്പോ നമ്മള് 500 കൊല്ലം നടന്ന സംഭവത്തില് സ്റ്റക്ക് ആവാണ്ട് അതിനേക്കാളും മുന്നോട്ട് പോയിന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ എന്തുമാത്രം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് വിച്ച് വാസ് നോട്ട് കറക്റ്റ്, വിച്ച് ഷുഡ് നോട്ട് ഹാവ് ഹാപ്പൻ. ബട്ട് അന്നത്തെ ആ സാഹചര്യത്തില്, അന്നത്തെ ആ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അന്നത്തെ ആ സോഷ്യൽ സർക്കംസ്റ്റാൻസസിൽ ആ കാര്യങ്ങൾ നടന്നു. ഇറ്റ് ഹാപ്പൻ. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലും മുന്നു പോയെന്ന് വെച്ചാൽ ബുദ്ധിസവും ജൈനിസവും വന്ന സമയത്ത് നോക്കുമ്പോൾ എന്തുമാത്രം അതിന്റെ റിപ്പർക്കഷൻസ് ഉണ്ടായിരുന്നു. so many things have happened in history, but we have progressed and we have learned that ഇങ്ങനെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പം മോർ മോഡേൺ ഹിസ്റ്ററി എടുക്കാന്ന് വെച്ചാൽ ഹിറ്റ്ലറിന്റെ സമയത്ത് നടന്ന സംഭവങ്ങൾ, ജെനോസൈഡ് നടന്നത്, ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റീനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ നോക്കിയത്, അത് ഇന്ന് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങള് നമ്മള് ജസ്റ്റിഫൈ ചെയ്ത that is not what we take back from history. That is not, that kind of thing is not that we take back from history. We have to understand the ills, അതിന്റെ തെറ്റു വശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. We should learn from that. So in our personal lives, ഈ ഒരു ടോപ്പിക്കൽ സിറ്റുവേഷൻ ആണ്. നമ്മൾ ഇന്ത്യയിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോവാണ്. So I feel it is most important, my effort, my personal effort. ഞാൻ പറയുന്ന ടോക്സിലും, ടെഡ് ടോക്ക് ഞാൻ 2 വട്ടം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ ഇപ്പൊ ടെഡ് ടോക്ക് ഒക്കെ കൊടുക്കുമ്പോൾ കൂടുതലും യങ് പീപ്പിളില്, യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ I have a lot of hope in the youth and the children, especially middle school, high school children. I have a lot of hope in them, because they are the makers of tomorrow. ഈ കുട്ടികൾക്ക് ഈ perspective, this perspective of history and heritage is important to be given to them. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളിപ്പോ ഒരു പണ്ടേ തൊട്ട് പേര് ഒരു സിറ്റിയുടെ പേരോള് മാറ്റുക, ബിക്കോസ് അതൊരു കമ്മ്യൂണിറ്റീനെ ഇത് ചെയ്യുന്നു. സോ നമ്മള് ഇപ്പോ ഉത്തർപ്രദേശിൽ എന്തുമാത്രം സിറ്റികളുടെ പേര് മാറ്റുക, അല്ലെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ് ഞാൻ ആക്ച്വലി ഐ എം നോട്ട് ഈവൻ അപ്പോ നമ്മൾ പറയുന്ന ആംഗ്ലിക്കൻ നെയിംസ് ഉണ്ടല്ലോ, അപ്പൊ ഇൻസിസ്റ്റ് ചെയ്യാണ് നമ്മൾ തിരുവനന്തപുരം എന്ന് തന്നെ പറയണം എന്നുള്ളത്. these are really not things which are of significance, because this has ഒരു പ്രോസസ്സ് പോലെ നമ്മൾ ഹിസ്റ്ററിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഹെറിറ്റേജിനെ ഒരു പ്രോസസ്സ് പോലെ കാണുമ്പോൾ, ദിസ് ഹാസ് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി ആൻഡ് there was it hasn't harmed anybody. നമ്മളെ ഹിസ്റ്ററിയിൽ നമ്മൾക്ക് ഹാം ചെയ്യാത്ത ഒരു കാര്യങ്ങളും അതിലെ ഒരു ചീത്തയില്ല. അതിനെ നമ്മൾ ഇങ്ങനെ പൊളിറ്റിസൈസ് ചെയ്ത് കൊണ്ടുവരുന്ന പ്രശ്നങ്ങള് കുറേ ഉണ്ട്. So these two aspects, how because
we all say, like, there is nothing personal. Everything is political. Even personal is political. The stand that you take, like, എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ്, അത് വേറെയാണെന്ന് പറയുന്നത് അങ്ങനെയല്ല. Every stand that you take is political. So I think we have a lot to study from our history and our heritage, instead of thinking that ഇതില് എന്താ പറയാ, ഇതില് ഒരു ഈ പഴയ കാര്യങ്ങളിൽ ഒരു അർത്ഥമില്ല എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വെരി റോങ്. You are what you are from the past. So that is very important. So നമ്മൾ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആവുമ്പോൾ ഈ പൈതൃകത്തിനെ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാനായിട്ട്. So this is what I feel. I would like this to be a more interactive session, because that is how at least I'll be comfortable to answer your questions if you have any. And yeah, I don't know if the time is okay. I mean, I was told to speak for, if there are any questions, I'll be happy to answer. It will be nice to interact with the members who are present here. There are like 44 participants I see. So even if I've missed out on anything, then, it will be nice to bring it up so that I can answer those questions. Thank you, madam. വളരെ മനോഹരമായിട്ട് വളരെ പോയിന്റുകൾ പറഞ്ഞ് എങ്ങനെയാണ് വ്യക്തി ജീവിതത്തില് ഹെറിറ്റേജിന്റെ ആവശ്യകത എന്നുള്ളത് വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പരമാവധി മലയാളത്തിൽ തന്നെ പറയാൻ ശ്രമിച്ചു. അതിനും പ്രത്യേകിച്ച് വളരെ നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ ഹെറിറ്റേജിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് ആ പൈതൃകം എന്നുള്ളതും പിതാവിൽ നിന്ന് ലഭിച്ച പാരമ്പര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് ഇന്നത്തെ ഈ സെഷന് കൊണ്ട് ഒരു മാറ്റം വരുത്തുവാൻ സാധിക്കുന്നുണ്ട്. കുറേയിലും സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പല പോയിന്റുകള് പ്രധാനമായിട്ട് ഊന്നല് കൊടുത്തു പറഞ്ഞു. ഒന്നാമതായിട്ട് പറഞ്ഞത് നമ്മുടെ പഴയ വഴികളാണ് ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നടന്നു വന്ന വഴികൾ മറക്കരുതെന്നിടയ്ക്ക് ഒരു ഊന്നലൂടെ കൊടുത്തിരുന്നു. വന്ന വഴി മറക്കരുത് എന്നുള്ളത്. ഇപ്പൊ ആ അർത്ഥത്തില് നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ നടന്നു വന്ന വഴികളിൽ കൂടി പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ യുദ്ധങ്ങളും അനാവശ്യ വിവാദങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലും കാലഘട്ടത്തിലും ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നൽ കൊടുത്ത് മാഡം സംസാരിച്ചു. എന്നാലും ഇനിയും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. കാരണം ഒരു വ്യക്തിയിൽ നിന്ന് കൂടുതൽ ലഭിക്കണമെങ്കിൽ നമ്മളാണ് ആ വ്യക്തിയിൽ നിന്ന് കൂടുതൽ ചോദിച്ചറിയേണ്ടത്. ഇപ്പോഴേ അതിനുള്ള അവസരമാണ്. സിസ്റ്റത്തെ ഹാൻഡ് റൈസ് ചെയ്യുകയും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന് ബുദ്ധിമുട്ടുള്ളവർ ചാറ്റ് ബോക്സിൽ പേരെഴുതി ഇട്ടാല് പിന്നെ നമ്മളുടെ അവസരമുണ്ട്. ഒരു കാര്യം, പരമാവധി എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് തന്നെ വേണം സംസാരിക്കാൻ. കാരണം പ്രത്യേകിച്ച് പേരൊക്കെ നമ്പറൊക്കെ എഴുതി വരുന്നവരെ ഒരു രീതിയിലും വീഡിയോ ഓൺ ചെയ്യാതെ സംസാരിക്കാൻ അനുവദിക്കുന്നതല്ല. ഇതിനു മുമ്പായിട്ട് വിഷയത്തിലോട്ടും ചർച്ചയിലോട്ടും പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ മീറ്റിങ്ങിനെ പറ്റി ഒരു അറിയിപ്പുള്ളത് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ അടുത്ത ആഴ്ചത്തെ മീറ്റിംഗ് ഇതേ സമയത്ത് അടുത്ത സാറ്റർഡേ ശനിയാഴ്ച രാത്രി 8:30 ലൈറ്റഡ് ടു ലൈറ്റഡ് മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 254ാമത്തെ വെബിനാർ നടക്കുന്നതാണ്. അന്നത്തെ വെബിനാറിന്റെ ടോപ്പിക് എടുക്കുന്നത് പാർട്ട്നേഴ്സ് ഇൻ ജസ്റ്റിസ് കൺസേൺസ് എന്ന പ്രസ്ഥാനത്തിന്റെ കോർഡിനേറ്ററായ മജു വറീസ് ആണ്. മജു വറീസ് സാറിനെ പലരും അറിയും. കാരണം പഴയ ACM-ന്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു ഒരു കാലഘട്ടത്തില്.
അദ്ദേഹം എടുക്കുന്ന വിഷയം യുദ്ധവും യുദ്ധാനന്തര ഫലങ്ങളുമാണ്. വളരെ സാങ്കത്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് എല്ലാവരും അടുത്ത ആഴ്ചത്തെ മീറ്റിങ്ങിന് സംബന്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതേ ലിങ്ക്, ഇതേ പാസ്വേഡ് ആയിരിക്കും. അതുകൊണ്ട് ഒരു കറണ്ട് അപേക്ഷായ വിഷയത്തിനോട് ചേർത്ത് വെക്കുന്ന വിഷയമാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴേ സിസ്റ്റത്തിൽ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവരുടെ ഇതനുസരിച്ച് ഡോക്ടർ സാറാമ മാത്യുവിനെ സംസാരിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഡോക്ടർ ബീന. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തിന്റെ ജസ്റ്റ് ഒന്ന് മേളിലൂടെ ഒന്ന് പോയി. Obviously this is not a topic that you can finish in half an hour or 45 minutes. There are so many questions we can ask. See, like you said, maybe perhaps people are not that interested in their background, in their ancestry or whatever it may be, or what happened before. But I think as Indians, we are really interested in all these things, and we are interested in a particular area, not in a general manner. Like, something that will be of use for us, and how it has been misused now that we can see also. Politically, it's misused. If you are taking, നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ തന്നെ എടുത്താല്, I am sure each one of us sitting here will have a family history book. എല്ലാവരുടെയും വീട്ടിലൊരു family history. And nowadays with the genetics and all coming up, it's easier to really dig into your past and, find out some connections that whatever may be interesting to you. Politically, this past has been dug out so much. They are digging as much as they want, and they are creating a havoc out of this. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, ഇറ്റ്സ് എ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ, ബട്ട് ദെൻ ഈ ഒരു ഗ്രൂപ്പിലായതുകൊണ്ട് ആരും എന്നെ കൊല്ലത്തില്ലെന്ന് എനിക്കറിയാം. I'm wondering is, we have two great epics, Mahabharata and Ramayana. ഇത്രയൊരു വലിയ സംഭവം നടന്നതിന്റെ ഒരു ഫിസിക്കൽ എവിഡൻസ്, ഐ ഡോണ്ട് നോ, ആസ് എൻ ആർക്കിയോളജിസ്റ്റ് ഐ ആം ആസ്കിങ് യു, ഹാസ് there been any physical evidence to this? And one last thing I just wanted to say. You said that we need to be to be with our roots and things like that. പക്ഷെ നമ്മളൊക്കെ ഇല്ല, ആഫ്രിക്കയിൽ നിന്ന് വന്നവരില്ലയോ? നമ്മൾ എന്തോ എത്രമാത്രം ഈ റൂട്ട്സ് ഒക്കെ വെച്ചിട്ട്, ഐ റിയലി ഡോണ്ട് നോ. വി ആർ മൈഗ്രേറ്റിംഗ് സച്ച് എ ലോട്ട്. We migrate such a lot, especially Malayalis, we migrate such a lot. Some amount of our roots are essential, but to what extent? That's all. The first part of that question, as an archaeologist, ഞങ്ങളുടെ archaeology students-ന് the basic core ഞങ്ങളുടെ എന്ന് വെച്ചാൽ നമ്മൾ എവിഡൻസ് ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ എഴുതുന്നത്. ഇത് need not necessarily be antiquities or structures വേണമെന്നില്ല. Even we have like literary evidence ഉണ്ട്, അല്ലെങ്കിൽ ന്യൂമിസ്മാറ്റിക് എവിഡൻസ് ഉണ്ട്, പല എവിഡൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് വേറെ പല ടെക്നീക്സ് ആർ ദേർ ഫോർ ഡേറ്റിംഗ് ദീസ്. നമ്മൾ അറിയാലോ, ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞ കാർബൺ ഡേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്ട് കൂടിയിട്ടാണ് നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വൺ ഈസ് വിത്ത് ദി എവിഡൻസ് ഇൻ ഡിഫറെന്റ് ഫോംസ്, ആൻഡ് വൺ ഈസ് ബൈ ദീസ് ഡേറ്റിംഗ് ടെക്നിക്സ് ദാറ്റ് വി ഹാവ്, scientific dating techniques that we have to establish that something is a historical fact. With regard to Ramayana and Mahabharata, these are epics that we know, but also from a time, we are talking about periods well before the life of Christ, so ടെക്നിക്കലി ഇപ്പോ ബുദ്ധിസം ആൻഡ് ജൈനിസം തന്നെ 6ാം നൂറ്റാണ്ടില് BC തൊട്ടിട്ടാണ് നമ്മൾ ജൈനിസം ആൻഡ് ബുദ്ധിസത്തിന്റെ തുടക്കം കാണുന്നത്. അത് കഴിഞ്ഞ് അതിനെ എസ്റ്റാബ്ലിഷ് ആയിട്ട് നമ്മള് ഈ സ്തൂപ, നമ്മള് സാഞ്ചി സ്തൂപ, വിഹാറാസും അല്ലെങ്കിൽ അജന്ത എല്ലോറയിലത്തെ, അജന്ത എല്ലോറൊക്കെ അത് കുറെ കാലം കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങളാണ്. ബുദ്ധയുടെ സമയം തൊട്ടത് തന്നെ നമുക്ക് വളരെ അങ്ങനെ എവിഡൻസ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. എന്താന്ന് വെച്ചാൽ ഫോർ വേരിയസ് റീസൺസ്. ഇതിന്റെ കാരണങ്ങൾ കുറെ ഉണ്ട്, എന്താ അത് കിട്ടാത്തേന്നുള്ളത്. ഇഫ് യു വോണ്ട് ടു നോ അബൌട്ട് എന്താ കിട്ടാത്ത
എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ അത് ഐ ക്യാൻ ആൻസർ യു. അതിന്റെ റീസൺസ് ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ സ്ട്രക്ചറിൽ അന്ന് നമ്മൾ ഫോർ ഇൻസ്റ്റൻസ് ലോട്ട് ഓഫ് ആർക്കിയോളജി ഈസ് ഹോണസ്റ്റ്ലി കോമൺ സെൻസ്. പക്ഷെ നമ്മൾ പറഞ്ഞ ഈ സ്റ്റോണിനെ മുറിച്ച് അല്ലെങ്കിൽ സ്റ്റോണിനെ കാർവ് ചെയ്യാനുള്ള ടെക്നോളജി നമുക്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. യുനോ, ബിക്കോസ് സ്റ്റോണിനെ കാർവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗുഹാക്ഷേത്രം ഉണ്ടാക്കുക, ഒരു മൗണ്ടനെ കാർവ് ചെയ്യാന്ന് വെച്ചാൽ അതിന് അയൺ ഇംപ്ലിമെന്റ്സ് വേണം. Iron is not something that is, it's something that you can just മരത്തിന്ന് പൊട്ടിക്കുന്ന പോലത്തെ സംഭവമല്ല. You need to what you call extract iron ores, and metallurgical technology advance ആവുന്നത് മച്ച് ലേറ്റർ പീരിയഡിലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള എല്ലാം സ്ട്രക്ചേഴ്സും ബുദ്ധയുടെ മുന്നത്തെ കാലത്തുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം മോസ്റ്റ്ലി മരത്തോണ്ട് വുഡൻ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഈ വുഡൻ സ്ട്രക്ചേഴ്സ് ആസ് യു നോ കേരളയില് വളരെ ക്ലാസിക് എക്സാമ്പിൾ അല്ലേ, എല്ലാം വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമുക്കറിയാം ഇപ്പൊ പോലും നമ്മുടെ തറവാടുകളിൽ നമ്മൾ ഒരു 10 ദിവസം നിന്നില്ല എന്ന് വെച്ചാൽ അതിൽ ചെതില് കയറി അതെല്ലാം നാശമാവും. അപ്പൊ ആക്ച്വലി ഇന്നത്തെ ആർക്കിയോളജിക്കൽ ഫാക്ട് ആണ് കേരളയില് നിൽക്കുന്ന ഒരു സ്ട്രക്ചറും എന്താ പറയാ കല്ലോണ്ട് ഉണ്ടാക്കാത്ത ഒരു സ്ട്രക്ചറും, ഈവൻ ഇഫ് യു സേ ചർച്ച് പോലും നമ്മൾ പറയാണ് ഇത്ര നൂറ്റാണ്ടുകള് പഴക്കമുള്ള ചർച്ചാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അത് തെറ്റാണ്. ബിക്കോസ് ആ ചർച്ചിന്റെ സ്ഥലം, വേർ ഇറ്റ് ഈസ്, ദ റൂട്ട്സ് ഓഫ് ദാറ്റ് ചർച്ച് മേ ബി ദ സെയിം, അല്ലെങ്കിൽ ആസ് വി സേ ദ കോർ ഓഫ് ദാറ്റ് ചർച്ച് ഓർ ദ കോർ ഓഫ് ദ ടെമ്പിൾ മേ ബി സെയിം. പക്ഷേ it has been rebuilt, it has been restructured, it has been renovated so many times over the centuries. Okay, so നമ്മൾ ഇപ്പൊ കാണുന്ന ഒരു ടെമ്പിൾ, ഐ മീൻ ചർച്ച്, നമ്മളൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് ആയ കാരണം ഞാൻ പറയാണ്, ഇപ്പൊ ഒരു കാർത്തിക പള്ളി എന്ന് വെച്ച ആ പള്ളി എന്ത് ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ടെമ്പിൾ, ഐ മീൻ ചർച്ച് ദാറ്റ് ഈസ്. പക്ഷെ ആസ് യു നോ അതിന്റെ ആർക്കിടെക്ചർ വളരെ യുണീക്ക് ആണ്. എല്ലാം വെരി, ഐ മീൻ ലെറ്റ്സ് നോട്ട് ഗോ ഇൻ ടു ഇറ്റ്. പക്ഷെ ദ ഫാക്ട് റിമെയിൻസ്, പള്ളി പഴയതാണ്. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന സ്ട്രക്ചർ വേണമെന്ന് വെച്ചാൽ ഒരു 200, 250 അല്ലെങ്കിൽ 300 കൊല്ലം മുന്നേ ഉണ്ടാക്കിയ സ്ട്രക്ചർ ആയിരിക്കും. അതിനെ പിന്നെയും നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാണ്, അല്ലെങ്കിൽ അത് വീണുപോകും. അപ്പൊ ഈ രാമായണവും മഹാഭാരതത്തിന്റെ സമയത്തുള്ള കാലഘട്ടത്തിലും നമുക്ക് ഈ എവിഡൻസസ് ഒന്നുമില്ല. പിന്നെ ഇപ്പൊ നടക്കുന്ന എക്സ്കവേഷൻസ്, ഇപ്പൊ ഫോർ ഇൻസ്റ്റൻസ് നമ്മള് ഇപ്പൊ മഹാഭാരതത്തിലും എഴുതിക്കുന്ന ഹസ്തിനാപൂർ എന്ന് പറയുന്ന സ്ഥലം, where all this happened, where the Kauravas and the Pandavas used to live and all that. So ഹസ്തിനാപൂർ എന്ന് പറയുന്ന കറന്റ് ഡേ ഹസ്തിനാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എക്സ്കവേഷൻ നടന്നിട്ടുണ്ട്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് ഒരുപാട് എന്താ പറയാ റിമെയിൻസും കിട്ടിയിട്ടുണ്ട്. സ്ട്രക്ചറൽ റിമെയിൻസ് എന്ന് വെച്ചാൽ മഡ് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയ സ്ട്രക്ചർ. ഇപ്പൊ നമ്മള് ഹസ്തിനാപൂരിന്റെ റിപ്പോർട്ട്, എക്സ്കവേഷൻ റിപ്പോർട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ യു വിൽ സീ ദാറ്റ് ഓൾ ദ ഡീറ്റെയിൽസ് യു വിൽ ഗെറ്റ്. അവിടെ നിന്ന് നമുക്ക് ആക്ച്വലി ഒരു എന്താ പറയാ മരത്തിന്റെ വീല് കിട്ടിയിട്ടുണ്ട്, വീൽ. അപ്പൊ അത് ചാരിയറ്റ് വീൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അതിനെ 10 ഇരട്ടി കൂട്ടി പറയും. ഇന്നത്തെ നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അങ്ങനെ ആയ കാരണം അത് ഇതിന്റെ വീലായിരുന്നു, അതിന്റെ വീലായിരുന്നു, ഇത് എന്താ പറയാ അർജുനന്റെ വീലായിരുന്നു, ഇത് കൃഷ്ണന്റെ വീലായിരുന്നു എന്നൊക്കെ പറയും. ദാറ്റ് ഇസ് ഓൾ. Honestly, as a sincere archaeologist, I will not get into that kind of debate. I mean, there is no way to say that it belonged to Krishna or it belonged to Arjuna or things like that. But the fact remains that അവിടെ ഒരു ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു ഹസ്തിനാപൂരിൽ. അങ്ങനെ തന്നെ രാമായണം ഇസ് ഫർദർ ബാക്ക്, ഇറ്റ്സ് ഓൾഡർ ദാൻ ദ മഹാഭാരത ആക്ച്വലി. അപ്പൊ ആ സിറ്റുവേഷനിലും ഇപ്പൊ അതില് നമ്മൾ പറയുന്ന ചില സ്ഥലങ്ങൾ, ദ റെഫറൻസസ് ടു സർട്ടൻ പ്ലേസസ്, that ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇസ് വെരി കീൻ ടു എക്സ്കവേറ്റ് ദീസ് റീജിയൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ് അവിടെ ഉണ്ടായിരുന്നു സെറ്റിൽമെന്റ്. അത് സെറ്റിൽമെന്റ് ഉണ്ടാവണത് അതൊരു ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്തിൽ എവിടെ കുറിച്ച് നോക്കിയാലും ഒരു സെറ്റിൽമെന്റ് കാണും നിങ്ങൾക്ക്. വി ആർ നോട്ട് ലൈക്ക് അമേരിക്ക വിച്ച് വാസ് ഡിസ്കവേർഡ് 500-600 years ago. We are, as a nation, we have been
ഐ മീൻ എന്താ പറയാ, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനേക്കാളും മുന്നേ തൊട്ടിട്ട് നമുക്ക് ഒരുപാട് കൾച്ചറൽ എവിഡൻസസ് ഉള്ളതാണ്. ഐ മീൻ ഹണ്ടർ ഗാദറേഴ്സിന്റെ സമയം തൊട്ട് നമ്മള് ഈവൻ ബിഫോർ വി ഇവോൾവ് ആസ് ഹോമോസേപ്പിയൻസ് സേപ്പിയൻസ് വി ഹാവ് എവിഡൻസസ് ദാറ്റ് വി ഹാവ് അക്രോസ് അവർ കൺട്രി. വി ആർ എ ഫാബുലസ് കൺട്രി. അപ്പോ ഈ രാമായണ മഹാഭാരത് is just, I mean, it's a part of our literary history. അപ്പൊ അതിൽ പറയുന്ന സ്ഥലങ്ങളില് സെറ്റിൽമെന്റ്സ് ഉണ്ട്, പക്ഷെ അത് രാമന്റെ ആയിരുന്നു സീതയുടെ ആയിരുന്നു എന്നൊക്കെ പറയണത് അത് നമുക്ക് ഒരു രീതിയിലും ആർക്കിയോളജിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ മാഡത്തിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോറി വാട്ട് വാസ് ഇറ്റ്? ഹലോ, മാഡത്തിന്റെ second question was, I lost track of that. I'm sorry. What I said was, we are a very migrant community. Correct. How much of this roots do we need to preserve? Or like, you know, we all migrated from Africa. നമ്മളതൊന്നും ഓർക്കുന്നില്ലല്ലോ. No, I'm never saying that we need to. See, honestly, നമ്മുടെ ഞാൻ ആക്ച്വലി ഞാനിത് ഓണസ്റ്റ്ലി ഷെയർ ചെയ്യും പല ഗ്രൂപ്പ്സിലും. ദാറ്റ് ഞാൻ വരുന്നത് ഗുജറാത്ത്, ഐ മീൻ മൈ ബിക്കോസ് ഐ സ്പെൻഡ് എ കൺസിഡറബിൾ amount of my growing up years. It was the first 20 years of my life I was in Gujarat. So I do a comparison between what I have experienced or seen in Gujarat as compared to what I am learning in Kerala. So I definitely, Kerala is a far more progressive state. And നമ്മള് ഗുജറാത്ത് സ്റ്റേറ്റിൽ കാണുന്ന സോഷ്യൽ ലെവൽസ്, ഫോർ എക്സാമ്പിൾ എ സിമ്പിൾ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ലെവൽസ് ദാറ്റ് വി സീ, we don't see that much in Kerala, but that doesn't mean we don't have it. ഇന്നും നമ്മള് ഈ സിറിയൻ ക്രിസ്ത്യന്റെ ഫ്ലാഗ് പിടിച്ച് നടക്കുകയാണ്, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ബാക്കിയുള്ളവര് യുനോ താഴ്ന്ന ജാതികള് എക്സെട്ര എക്സെട്ര. നമ്മുടെ ചേർച്ചസില് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പോലും ഈ ഡിസ്ക്രിമിനേഷൻ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് യുനോ വലിയ സംഭവമാണ് ബാക്കിയുള്ളവര്. സോ ദാറ്റ് ആസ്പെക്ട് യുനോ നമ്മൾ അത് പൊക്കി പിടിക്കരുത്. നമ്മൾ ഈ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ അത് മാറ്റം വരുത്താനാണ് ഹിസ്റ്ററിന്ന് പഠിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ വോറിനെ കുറിച്ച് പറഞ്ഞു, യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന് നമ്മൾ എന്താ പഠിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഈ പേഴ്സണൽ റൂട്ട്സിൽ തന്നെ ഒരുപാട് ഈവിൽസ് ഉണ്ട്. ഞാനിപ്പോ നാട്ടിൽ വന്നിട്ടാണ് മനസ്സിലാക്കുന്നത്, ചില കുടുംബങ്ങളില് എത്ര കാലങ്ങളായിട്ട് യുനോ അവർക്കുള്ള അവരുടെ സെർവൻസ് പാരമ്പര്യമായിട്ട് ആ വീട്ടില് ബോണ്ടഡ് ലേബർ നമ്മൾക്ക് പറയാൻ പറ്റില്ല, ദാറ്റ് ഇസ് എ റോങ് ടേം. പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതെല്ലാം ഓക്കെ ചെയ്യാണ്. യുനോ ഇപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ആ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ചിലവരെ നമ്മൾ വീട്ടിൽ കയറ്റില്ല, അല്ലെങ്കിൽ പിന്നിൽ കൂടെ വരാൻ പാടുള്ളൂ, മുന്നിൽ കൂടെ വരാൻ പാടില്ല, യുനോ വേറെ വേറെ പാത്രങ്ങൾ അവർക്കായിട്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് യുനോ. സോ ദീസ് ആസ്പെക്ട്സ് ഓഫ് അവർ സോഷ്യൽ ഹിസ്റ്ററി, യുനോ നമ്മുടെ റൂട്ട്സ്, ഇതെല്ലാം നമ്മുടെ റൂട്ട്സ് ആണ്. ഇത് മോഡേൺ, ഐ മീൻ ഇനി വരുന്ന തലമുറ ഇതിന് മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്താനായിട്ട് അവർ ഇത് അറിയണം. അവര് എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു വ്യത്യാസം ചെയ്യണമെന്നുള്ളത്. ദാറ്റ് ഈസ് വാട്ട് ഐ എം സേയിങ്. റൂട്ട്സ് എത്രമാത്രം പ്രിസർവ് ചെയ്യണമെന്നുള്ളത്, ടേക്ക് ഓൺലി ദ ഗുഡ്നെസ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ഹിസ്റ്ററിയില് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഡിഫറൻസസ് ആണ്. സോ വി നീഡ് ടു ബ്രിങ് ദാറ്റ് ചേഞ്ച്. ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് പ്രിസർവ് and bring about that change. Okay? അടുത്തത് രാജു ഫിലിപ്പ് DTM ആണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സംസാരിക്കാം. Good evening, everybody. Special good evening to Bina Thomas, Madam, and Wilson sir. ഞാനായി പൈതൃകോ അല്ലെങ്കിൽ ഹെറിറ്റേജ് എന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമായിട്ട് കയറണ്ടെന്ന് വിചാരിച്ചാണ്. എന്നാല് മാഡത്തിന്റെ ഇന്നത്തെ ഈ സെഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഭാഷണം കേട്ടപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം വളരെയധികം ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതിന് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് മാഡത്തിന് സാധിക്കും. അത്രയ്ക്ക് നല്ല ഒരു രീതിയായിരുന്നു, അവതരണ രീതിയായിരുന്നു മാഡത്തിന്റെ. പ്രത്യേകമായിട്ട് ഞാൻ പറയട്ടെ. പിന്നീട് ഞാൻ ആക്ച്വലി താജ്മഹൽ പോലും ഞാൻ ഈ അടുത്ത സമയത്താണ് കണ്ടു. ലോകത്തിന്റെ
അത്ഭുതങ്ങളൊന്നായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലുള്ളൂ. അതുപോലെ ഞാൻ അടുത്ത സമയത്താണ് കണ്ടത്. അപ്പം അത്രയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അതിനു മുമ്പായിട്ട് ലോകത്തിലെ മറ്റൊരു മഹാത്ഭുതമായിട്ടുള്ള പെട്ര എന്ന് പറയുന്ന ജോർദാനിലുള്ളതായ അത് ഞാൻ കണ്ടു. കാരണം അത് ഞാൻ ദീർഘകാലം വർക്ക് ചെയ്ത് സൗദി അറേബ്യയുടെ ബോർഡറിലായിരുന്നുകൊണ്ട് അവിടെ പോയി കണ്ടു. അത് എനിക്ക് മറ്റു യേശു ക്രിസ്തുവിന് മുമ്പുള്ളതായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അവിടെ ജീവിച്ചിരുന്നവരുടെ ആൾക്കാരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഈ ഓരോ മലയിലും തുറന്നുണ്ടാക്കിയതായ വീടുകളും അതുപോലെ കൊട്ടാരങ്ങളും മൊണാസ്ട്രീസും ഒക്കെ. അപ്പൊ അതിന് മുകളിൽ കയറി പോകുന്നത് കഴുതപ്പുറത്താണ് കയറുന്നത്. കാരണം അല്ലാതെ പോകാൻ പറ്റും, നടന്ന് പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയ കുന്നുകളിലാണ്, വലിയ മലകളിലാണ് ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു തമാശയ്ക്ക് പറയുകയാണ്. അതായത് അഗത ക്രിസ്റ്റി നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ആണ് അല്ലേ, കുറ്റാന്വേഷണം. എന്നാൽ അവരുടെ ഭർത്താവ് ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഒരു സാഹിത്യകാരനെ കല്യാണം കഴിക്കാതെ ഒരു ആർക്കിയോളജിസ്റ്റിനെ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഏതൊരു സ്ത്രീക്കും കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവ് ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. കാരണം അവൾക്ക് പ്രായം കൂടുന്തോറും അവളിലുള്ള താല്പര്യം കൂടിക്കൊണ്ടിരിക്കും. തമാശ. പിന്നീട് ഞാൻ ചോദിക്കാനുള്ളത്, നമ്മളെ ഈ തലമുറകൾ തമ്മിലുള്ള വിടവ് അല്ലെങ്കിൽ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൊച്ചുമക്കൾ പോലും നമ്മളെ പുരാവസ്തുക്കളായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അവർക്ക് താല്പര്യമില്ല, ഈ പുരാവസ്തുക്കളിൽ താല്പര്യമില്ല. കാരണം അവരുടേതായ ഏജിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് ഇടപെട്ട് പോകുന്നു. അതുകൊണ്ട് നമ്മളെ കാണുന്നത് തന്നെ അവർക്ക് പലപ്പോഴും ഇഷ്ടമല്ല. ഞാൻ എന്റെ കാര്യം മാത്രം പറയുകയല്ല, അതുപോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് അങ്ങനെയുള്ളൊരു ട്രെൻഡ് ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത്? നമ്മുടെ കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോ? ഈ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ജനറേഷൻ ഗ്യാപ്പായിട്ട് മാറുന്നതെന്നാണ് പറയാറുള്ളത്. അപ്പൊ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഭാഷ പലപ്പോഴും നമുക്കറിയില്ല, നമ്മുടെ ഭാഷ അവർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ ഈ പറയുന്നതായിട്ടുള്ള ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ ഹെറിറ്റേജിന് അല്ലെങ്കിൽ ഈ പറയുന്ന പൈതൃകത്തിനൊക്കെയും അത് തടസ്സമായിട്ട് നിൽക്കുന്നില്ല. ഇന്നത്തെ ഈ പുതിയ തലമുറ എന്തുകൊണ്ട് കൂടുതലും പഴയ തലമുറയെ അംഗീകരിക്കുന്നില്ല? അതിന് പ്രത്യേകമായ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആവശ്യമില്ല ചോദ്യമാണ് ചോദിക്കാനുള്ളത്. Sir, generation gap is a very natural process. ഏത് ജനറേഷനിലും ആ generation gap will be there. നമ്മള് പറയുന്ന പോലെ ഇറ്റ്സ് എ ലൈഫ് സൈക്കിൾ. ആ ഒരു ഡിഫറൻസ്, നമ്മള് ആസ് എൻ അഡൾട്ട്, ഇപ്പോ എന്റെ മക്കളാന്ന് വെച്ചാലും ഞാൻ അവരുടെ ചില രീതികൾ കാണുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കും, ഞാൻ ഇങ്ങനെ തന്നെയല്ലേ എന്റെ പേരൻസിനോടും ബിഹേവ് ചെയ്തിരുന്നത്. സോ വൈ ആം ഐ ഗെറ്റിംഗ് അനോയിഡ്? ഞാൻ എന്തിനാ ഇതിനെ കുറിച്ച് അപ്സെറ്റ് ആവേണ്ട കാര്യം? ബിക്കോസ് ഇറ്റ് ഈസ് എ സൈക്കിൾ. പക്ഷേ ദാറ്റ് ഈസ് അത് ഏത് ജനറേഷനിലും നടക്കുന്ന കാര്യമാണ്. ജനറേഷൻ ഗ്യാപ്പ് ഇസ് എ റിയാലിറ്റി. അതിപ്പോ ഈ സെഞ്ചുറി ആൻഡ് നെക്സ്റ്റ് സെഞ്ചുറിയില് വലിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തില് ടുഡേസ് പൊളിറ്റിക്കൽ സിനാരിയോ അക്രോസ് ദ വേൾഡ്, ലോകം ഒട്ടുക്ക് എല്ലാവർക്കും ഒരു കൈൻഡ് ഓഫ് ഒരു നാഷണലിസ്റ്റ് റീസർജൻസ് പോലെയാണ്. എല്ലാവർക്കും അവരുടെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് ഇപ്പോ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ ഞാൻ മലയാളി, നീ ഗുജറാത്തി, അല്ലെങ്കിൽ ഞാൻ സിറിയൻ ക്രിസ്ത്യൻ, നീ ലാറ്റിൻ ക്രിസ്ത്യൻ, നീ മർത്തോമ, നീ ഓർത്തഡോക്സ്. ആ ഒരു ഡിഫറൻസ് അത് വെളിയിൽ പോയാലും ഇപ്പോ ലോകമൊട്ടുക്ക് നമ്മൾ കാണുന്നത് ഈ ജർമ്മനിയിലെ നിയോ നാസീസ് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ UK കാണുന്ന ഇമിഗ്രൻസിനോട് ഉള്ള ദേഷ്യവും അവരോടുള്ള അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, ആ ഇൻടോളറൻസ് നമ്മള് ലോകം എല്ലായിടത്തും കാണുന്ന ഈ ഇൻടോളറൻസ് is because they've become very sensitive to their identity, അപ്പോ എസ്പെഷ്യലി ഈ മൈഗ്രന്റ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സഫർ ചെയ്യുന്നത്. ഇപ്പോ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് ചെയ്യുന്നതും എന്താന്ന് വെച്ചാലും ദീസ് ആർ ഇഷ്യൂസ് വിച്ച് വിൽ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ ഇതിന്റെ ഇറ്റ് വിൽ കം ടു യു ഓൺലി. ഇപ്പോ
ന്യൂസിലൻഡ് പോലത്തെ രാജ്യം അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ പൊതുവെ കുറവാവുന്നതെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും മൈഗ്രന്റ് ആണ്. എവ്രിബഡി ഈസ് എ മൈഗ്രന്റ് യുനോ. ഇപ്പോ ഓസ്ട്രേലിയ, അമേരിക്ക, ന്യൂസിലൻഡ് പോലത്തെ രാജ്യങ്ങൾ. പക്ഷെ യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ചൈന ഫോർ ഇൻസ്റ്റൻസ്, ജപ്പാൻ, ഈ കൺട്രീസിനൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. അവര് കാലാകാലങ്ങളായിട്ട് അവര് ആ ഹിസ്റ്ററി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോ ഈ ഈ ആ ഒരു ഐഡന്റിറ്റി ഈസ് ബിക്കം ഈവൻ മോർ സ്ട്രോങ്ങർ നൗ. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയും ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്. ഹോപ്പ് ഇറ്റ് ഷുഡ് ബി ഫോർ ദ ബെറ്റർ. പക്ഷെ നമ്മൾ കാണുന്നത് ഇത് വേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ജർമ്മനി എന്റെ ജർമൻസിനുള്ളതാണ്, അല്ലെങ്കിൽ മഹാരാഷ്ട്ര മറാഠീസിന് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ കേരള എന്തുമാത്രം ആൾക്കാർക്ക് കേരളയിൽ വരുന്ന മൈഗ്രന്റ് ലേബറേഴ്സിനെ കുറിച്ചിട്ട് ഇഷ്യൂസ് ഉണ്ട്. യുനോ വരരുത്, അവര് ചെയ്യരുത്. പക്ഷെ നമ്മളിട്ട് ജോലിയും അങ്ങനത്തെ മീനിയൽ വർക്കും ചെയ്യില്ല. ആൻഡ് യുനോ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ ഈ ഐഡന്റിറ്റി ഹാസ് ബിക്കം ഈവൻ മോർ സ്ട്രോങ്ങർ അക്രോസ് ദ globe, you know, all over the place. People have become like എന്റെ രാജ്യം, എന്റെ സ്ഥലം, എന്റെ ഭാഷ എന്നുള്ളത് that has become. അപ്പോ അത് അതിന്റെ ബാഡ് സൈഡ് ചെയ്യാണ്ട് let's only take the good from that identity. Have I answered your question, sir? Yeah, almost. Thank you, madam. Okay. അടുത്ത മിസ്റ്റർ ജിബു ചെറിയാൻ. Yeah, Dr. Beena Taragan and the others. Dr. Taragan, let me in the start tell you that I don't expect a reaction from you. As in this past, I'm just sharing some of the thoughts which come because of this topic. The topic is importance of heritage in my personal life. Now, there are two parts of heritage. One is the architectural and the buildings part of it, which you said. And the other heritage would come because of my family and the heritage that I have, maybe lasting 300, 400 years, where we could find out the history of our family, that part of the heritage. Now, as far as architectural heritage is concerned, if Thomas the Apostle came here in the year 50, and today is 20, let's take it as 2050. So 2000 years of architectural heritage. All that is there to show for it is the church at Edapalli, which is supposed to be in 593, the St. George Foreign Church, and also the Kottayam Cheriyapalli, which is there and which has got murals. And both the Foreign Church has also got murals which are been dated to say 1,400 years ago approximately, etc. So that is the heritage part of it. Okay, now very few Christian, Malayali, Syrian Christian homes are standing here to that level, because most of them would have crumbled and fallen. These churches, mainly because they were stone churches, have stood the test of time and have and are functional today. Of course, they have been modified internally. Now, coming to another part of it, heritage, is that importance of heritage in my personal life. If as a family, I have a heritage and I have a structure which is 400 to 500 years old, what happens is, once it's declared a heritage structure in Kerala, there's no modification which can happen in that. The structure can crumble, but you don't get the permission to renovate, you don't get the permission to change it, etc., etc. So in that aspect of life, heritage is a curse, because my mother's house occupies a substantial portion, because it's almost like it's a tarwad, old wooden structures, etc. And this heritage, because of in between, maybe my ancestors could not maintain it so properly, or they could maintain it very nicely, but today they cannot maintain it properly. This heritage comes as a cement stone around my neck. So in that particular part of it, quite a few people have got these old Tarwad structures on which they cannot do anything. Okay, now as a family, I can say that yes, I have a 400-year-old structure, but what do I do with it?
Now, one other thing which happens is when you talk about heritage, you are obviously talking about, like in Malayalam, parampariyam, which has come about, which are there with the old families, supposedly the old families. Yeah? Now, I specifically would come to families like, say, maybe they were there earlier, Kandathil, Shankaramangalam, Tevruvellil, etc., old families which have a heritage to that extent. But over the years, this family heritage which has happened has got deteriorated mainly because in today's structure, agriculturally, the big acreage that you have is not yielding money. Most of the old families are living on past glory. Some of them had the escape route that somebody went to the Gulf, came back, renovated their house, massive Kerala style house, which you'll find all the way from Tirula to Korancheri. So that particular heritage is there. But when you come to the family heritage, because of nuclear families coming into the picture, a lot of that heritage has got diluted along the way. And in some time ago in 1960s, you could trace back your heritage to your great grandparents. Today, with the attitude and everything that we have, and the modernistic style, sometimes even the minimalistic style as far as furnishings are concerned, you hardly bother about heritage to your grandfather level. And if I'm staying in the city of Bombay, and if it's in the city of Bombay, because of constraints of space and everything, unless you have a house in Malabar Hill and a bungalow, the heritage part of my family cannot be maintained. So then over a period of time, it gets diluted. And that is seen on the ground reality in Kerala also, that you have massive structures, like somebody has said, only old man and woman staying in it. Maintenance of that actual heritage structure, not in terms of tiles and things like that, the wood and the roof full of wood. Then you have problems dealing with leakage and everything else. So in that particular way, that heritage of mine, it's good to have it. When somebody comes to my mother's house, we can show them the velakka, which is quite ancient, and another style altogether. Because the Hindu influence in that Christian, okay, incidentally, for those who don't know it, I'm talking about a place called Tumpaman, which is an Orthodox bastion. So the velak is part of their system in the Orthodox setup, not so much with the Marthoma system. And you've got the hanging velak, you've got the standing velak, etc., etc. So that part of heritage over a period of time is getting diluted. Second is I'm in Mumbai. My family name is not a passport or a visa for anything at all. If I was in Kerala, when I go somewhere or I meet some relative, then my family name has a certain standing. But in a metropolitan city, my family name has got no standing. It is just a set of alphabets which They Aadhaar can't card. even pronounce. They can't even pronounce. Yeah, it's a set of this thing, which is this thing. Then finally, it's get abbreviated to K, and over a period of time, K dies out because it's not there in any of your school certificates, etc., etc. So this heritage, when we talk about it, it's good to have it. Because I'm a Malayali, because I've dealt with Kerala as compared to Karnataka, here we definitely have a heritage all the way from, say, Trichur to Trivandrum. Mainly Christian families. Yes, Hindu families also they've got their Tarwad, they've got their this one, etc. But there is no traceable this thing. In Kerala, Syrian Christian families, they have strived to write their old history by going to church graveyards, old church records, etc. And they formulated this thing. In my case, I have something called a Kurdamanal Kudmeyogam book itself, where we trace our ancestors to almost 4 generations ago. And that happens with Christian families. They do not know whether it happens with Hindu families. So I'm saying this heritage, I am restricting myself to my Syrian Christian heritage and the associated problems that it has. As far as I'm concerned, I don't see any particular great affair in saying that I am a Kurdamanal church member, or a Kandathil guy saying that he is a Kandathil member here in Bombay. In Kerala,
when the Kandathil Kudmiyogam is held, yes, all of them meet together like bees, have a bit of bonding, and they go. But in my personal life, in today's circumstances, where a secular and a more broad vista is there, this family heritage and all of those actually don't mean so much. These are just my thoughts. I said I don't expect any reaction because in every your coming time first over here, every time I voice my thoughts in a free and unorthodox manner. So don't expect any reaction from you. So this is my opinion to some of my fellow listeners and participants, and to put this topic into perspective with relation to what is being discussed. Thank you so much. And first things first, I'd love to see this 400-year-old Tarvada of yours. Tumbaman, is it? Did you mention? Yeah, Tumbavan, then Tumbavan, like it's a small place. The main thing over there from the road from Pandalam, very easy to find place. Road from Pandalam to Pathantitta, 3 kilometers out of Pandalam, you come to this big junction, which is called the Palli Junction. Yeah, you should send me the Google location. Yeah, it's not too far from Adur, I guess. Yeah, it's about 10 kilometers from Adur. Correct. House is on the Adur Pondicherry highway. Yes, I will. Sure. Thank you. Yeah. Thanks. അടുത്തത് നേരത്തെ ഫിലിപ്പ് എബ്രഹാം സാർ ചാറ്റ് ബോക്സില് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് വായിച്ച് ആൻസർ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് ജോൺ സാമുവൽ സാറിന് സംസാരിക്കാം അതിനുശേഷം. മാഡം കണ്ടോ ആ കമന്റ്? പക്ഷെ ഇത് മലയാളത്തിലാണല്ലോ എഴുതിക്കണേ. നോ ദാറ്റ് ഈസ് നോട്ട് മലയാളം. ഫിലിപ്പ് എബ്രഹാം. This is Philip Abraham from New York, that one, no? A person that has heritage and little to no role in the progress of future generation. To me, its relevance is similar in saying my grandfather got an elephant. It's just a story from the past with no practical value today. What is your response if I say that heritage is only good for storytelling and has no contribution to economics, or I believe there's only scientific development? I think, Philip sir, it's your perspective, but clearly, as I would say, a lot of the migrants from, as you said, you are sitting in New York, a lot of migrants from this country would share your opinion because they have already left the country and probably they think they have nothing to do with this wonderful country called India. But that's clearly your perspective. What can I say about it? Thank you. അടുത്തത് JS അടൂർ സാറിന് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. സാറിന് സംസാരിക്കും. നമ്മള് ഈ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ബിൽഡിങ് തറവാടൊന്നും അല്ല. നിങ്ങളുടെ മീശ പോലും നമ്മുടെ ഹെയർ ഡ്രസ് പോലും, നിങ്ങളുടെ പേര് ചെറിയാൻ ന്യൂയോർക്കിൽ എത്ര പേർക്ക് പേരുണ്ട്? തരിയൻ, കുര്യൻ, സാറാമ്മ, നിങ്ങളുടെ പേര് പോലും ഹെറിറ്റേജ് ആണ്. നിങ്ങളുടെ കളറ്, നിങ്ങൾ ഇനിയും ബോംബെ പോയാലും എത്യോപ്യ പോയാലും മിസിസിപ്പി മസാല എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അന്ന് കണ്ടു നോക്കണം. എന്റെ അനന്തരവൻ അമേരിക്ക പഠിപ്പിക്കുക, പക്ഷേ അവൻ മലയാളിയാന്ന് അവനറിയാം. അവന്റെ 2 തലമുറ കഴിഞ്ഞും പറയും. പോയിന്റ് അബൌട്ട് ഇറ്റ് ഈസ് when we say that it is of no use, നമ്മുടെ പേര് നോക്ക്. നമ്മുടെ പേര് ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷമാണ് ഫിലിപ്പും ജോൺ സാമുവലും ഒക്കെ ആയത്. ഒരു 100 കൊല്ലം മുമ്പ് പേര് തരിയനെന്നും കുര്യനെന്നും തരകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡേഴ്സ് ആണ്. മാപ്പിള, മുതലാളി, ഇങ്ങനെയുള്ള പേരുകൾ പോലും. രണ്ടാമത് നമ്മുടെ ഭക്ഷണം എത്രമാത്രം മാറിയിരിക്കുന്നു. നമുക്ക് രുചിമുകളങ്ങളും മാറ്റാനൊക്കില്ല. നമ്മുടെ ഡ്രസ്സ്, നമ്മൾ ഈ മലയാളി എന്ന് പറയുന്ന ഐഡന്റിറ്റി എന്നാ വന്നത്? എന്റെ അച്ഛനും അമ്മയും തിരുവിതാംകൂറാ ജനിച്ചു പഠിച്ചു. ബീനയുടെ വീട്ടുകാര് കൊച്ചി രാജ്യക്കാരൻ.
ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമില്ല. നമ്മൾ ഈ മലയാള ഭാഷ എന്ന് പറയുന്നത് ഐഡന്റിറ്റി വന്നിട്ട് ഒരു 150 കൊല്ലമായുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. പണ്ട് പിന്നെ സുറിയാനി മലയാളം ഉണ്ടായിരുന്നു. ഈ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്ക് 1780 ഡച്ച് ഗവർണർ എഴുതിയ ഒരു ആർട്ടിക്കിളിൽ നിന്ന് വന്ന സാധനമാണ്. അത് ജോൺ മൺട്രോ CMS വന്നപ്പോ സുറിയാനികളുടെ ഇടയിൽ നിന്ന് പറഞ്ഞു. സുറിയാനി എന്ന് പറയുന്ന ഒരു വാക്ക് 300 കൊല്ലം മുമ്പില്ല. സുറിയാനി ഭാഷയുണ്ട്, അതായത് അരാമിക് ഭാഷയുടെ സ്റ്റാൻഡർഡൈസ് ഭാഷ. നമ്മൾ ഈ മാർത്തോമ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഹെറിറ്റേജ് അല്ലേ? മാറെന്ന് പറഞ്ഞ വാക്ക് മലയാളത്തിൽ ഇല്ലല്ലോ. മാറെന്ന് പറഞ്ഞ വാക്ക് വേറെയാണ്. നമ്മുടെ കുരിശ് ഹെറിറ്റേജ് ആണല്ലോ. അപ്പൊ അത് ന്യൂയോർക്കിൽ പോയാലും ആഫ്രിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും നമ്മുടെ ജനറ്റിക് മേക്കപ്പ് മാറില്ല. ഞാൻ ലോകത്ത് ഒരു 140 രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. എവിടെ വെച്ച് കണ്ടാലും ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും മലയാളിയാണ്. കാരണം എൻ്റെ മീശ കണ്ടാൽ ഒരു മലയാളി അല്ലെങ്കിൽ പിന്നെ സിംഹളൻ എന്ന് പറയും. അപ്പൊ ഈ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ബിൽഡിങ്ങും തറവാടും മാത്രമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തുമാത്രം മാറി, നമ്മുടെ ഇഡലി എവിടുന്നാ വന്നത്, നമ്മുടെ സാമ്പാർ എന്ന് പറയുന്ന സാധനം കൊങ്കണ ദേശത്തു നിന്ന് വന്നതാണ്. അപ്പൊ ഇതെല്ലാം ഈ ഹെറിറ്റേജിന്റെ ഭാഗമാണ്. നമ്മുടെ ഭക്ഷണം എന്തുമാത്രം മാറിയിട്ടുണ്ട്. ഈ അൽഫാൻ ചിക്കൻ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. പൊറോട്ട എന്ന് പറയുന്ന സാധനം PL 84ന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വന്ന് പിന്നെ കോഴിക്കോട്ട് രൂപപ്പെട്ടാണ് ഈ മലബാർ പൊറോട്ട എന്ന് പറയുന്ന സാധനം. അമേരിക്കൻ മാവ് എന്ന് പറയുന്ന മലബാർ പൊറോട്ട എന്ന് പറയുന്ന സാധനം 1950കളിലും 40കളിലും ഇല്ലായിരുന്നു. അപ്പൊ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള ഹെറിറ്റേജാണ്. അടുക്കളയിലെ പണ്ട് ഉറി ഉണ്ടായിരുന്നു, പണ്ട് തവിയായിരുന്നു, ഇപ്പൊ നമ്മൾ അതല്ല ഉപയോഗിക്കുന്നു. പണ്ട് ചട്ടയും മുണ്ടുമായിരുന്നു, നമ്മൾ ഈ ചട്ടയും മുണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയത് എത്ര നാളായി? പണ്ട് ആണുങ്ങള് ഉടുപ്പ് ധരിച്ചിരുന്നില്ല, മേൽമുണ്ട് മാത്രമായിരുന്നു. എന്നാണ് തയ്യൽ മിഷൻ വന്നത്. അപ്പൊ ഇതൊക്കെ കൂടെ ഹെറിറ്റേജിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയാൽ ആ ഹെറിറ്റേജ് ന്യൂയോർക്കിലും നമ്മുടെ പേര് നമ്മുടെ പിള്ളേർക്ക് ഇട്ടിട്ടുണ്ടോ, അത് ഹെറിറ്റേജാണ്. അതും കൂടെ ഒന്ന് ഓർക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നമ്മുടെ കളറ്, നമ്മൾ അമേരിക്കയിൽ പോയാലും ലണ്ടനിൽ പോയാലും നമ്മുടെ കളറ് മാറ്റാനൊക്കെ ഇല്ലല്ലോ. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും ഉണ്ടല്ലോ. 3 ജനറേഷൻ കഴിഞ്ഞാലും അവനെ ഇന്ത്യൻ അമേരിക്കനെ വിളിക്കത്തുള്ളൂ, അല്ലെ ആഫ്രിക്കൻ അമേരിക്കനെ വിളിക്കത്തുള്ളൂ. നമ്മള് പിന്നെ എത്ര യൂറോപ്യൻ സംസാരിച്ചാലും അവര് നമ്മളെ യൂറോപ്യനെ വിളിക്കില്ല. അപ്പൊ ഹെറിറ്റേജ് ഇനി പ്രയോജനമില്ലെന്ന് പറഞ്ഞത് തെറ്റാണ്. വെരി ഐഡന്റിറ്റി ഫോർമേഷൻ ഈസ് യുവർ ജനറ്റിക് ഫോർമേഷൻ, യുവർ ഡ്രസ് കോഡ്, യുവർ ടേസ്റ്റ് ബഡ്, all of them together forms what you call heritage. അപ്പൊ നമ്മൾ വന്ന വഴിയെ മറക്കാനൊക്കെ ഇല്ലല്ലോ, നമ്മളിനി എവിടെ പോയാലും. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ 12 ഭാഷയുടെ സങ്കരമാണ് മലയാളം. അരമിക് ഉണ്ട്, ഹീബ്രു ഉണ്ട്, പോർച്ചുഗീസ് ഉണ്ട്, കക്കൂസ് ഡച്ചിൽ നിന്ന് ഒന്നാണ്, പേന എന്ന് പറയുന്ന സാധനം പോർച്ചുഗീസാണ്, ബസ് ഇംഗ്ലീഷാണ്. അങ്ങനെ ഒരുപാട് പദങ്ങളുമാണ് ഈ മലയാളി എന്ന് നമ്മളിപ്പൊ പറയുന്ന സാധനം. ഒരു 150-200 കൊല്ലം മുമ്പ് നമ്മളെ മലയാളി എന്ന് ആരും പറഞ്ഞിട്ടില്ല. മലയാള ഭാഷാ സമൂഹം സ്റ്റാൻഡർഡൈസ് ചെയ്തുണ്ടായത് ഏതാണ്ട് 200 കുഞ്ഞൻ നമ്പ്യാരുടെ കാലം തൊട്ട് ചെറുശ്ശേരി എഴുത്തച്ഛൻ എന്നൊക്കെ പറയെങ്കിലും അന്ന് മലയാളം എന്ന് പറയുന്ന ഇന്ന് നമ്മൾ പറയുന്ന ഭാഷ അങ്ങനൊരു സമൂഹമേ ഇല്ല. നമ്മൾ മലയാളി എന്ന് 200 കൊല്ലം മുമ്പ് നമ്മളെ വിശേഷിപ്പിക്കത്തില്ല എന്നും കൂടി ഓർക്കണം. താങ്ക് യു. I just wanted to read I think this is Mr. Philip only, where he says America developed without any heritage, and Egypt did not develop from the time it is. I'm sorry, but I cannot read quickly. Egypt not developed even having very good heritage. No any tribals developed in any part of the world. I don't know, sir. I mean, this will require another long, lengthy discussion because I don't think I can answer this in 5 minutes or 10 minutes or even an hour. But I think it is important that
you do read a little bit more about history, about how America came about and what exactly happened in Egypt. Whatever you're eating in America, a lot of stuff has come from Egypt. The way you are, or the way I cannot cease to address this situation honestly. How much have we taken from people? What is America, honestly? I really don't understand this, but let's not go there. As I said, it is your perspective, so let's keep it that way. Yeah, thank you. American Constitution is a heritage. The forefathers of Americans, every Americans will say, American Revolution and slave trade, Red Indians, Puritans who migrated to it. If you read Milton's Pilgrim's Progress, is about Puritans going from those days it was called Great Britain to the US. America has a deep history, and if we read Amitabh Ghosh's work on Ibis trilogy, or Abraham Verghese, who has written, and if we have the Covenant by Water, all those things, America has huge heritage. If you're a Malayali in America, you cannot say that you are not a Malayali in America. Americans will always say you are an Indian American first, and then they'll say Malayali American. Then they'll say a Marthomite American. The identities are very much I lived in the US for many years, right? So when we say America doesn't have heritage, ഇവിടുത്തെ CSI-കാർ അമേരിക്ക പോയ CSI പള്ളി പോകും. അവിടെ മാർത്തോമ പള്ളി ഉണ്ടെങ്കിൽ, അവിടെ ഓർത്തഡോക്സ് പള്ളി ഉണ്ടെങ്കിൽ, അവിടെ പെന്തിക്കോസ് പള്ളി ഉണ്ടെങ്കിൽ, അവിടെ ബാപ്റ്റിസ്റ്റ് ഉണ്ടെങ്കിൽ, ഈ റിലീജിയൻ എല്ലാം അമേരിക്കയിൽ ഉണ്ടായതല്ലല്ലോ. അമേരിക്കയിലെ മെക്സിക്കൻ ഫുഡും ഇന്ത്യൻ പൊറോട്ടയും ബിരിയാണി വന്നത് പേർഷ്യയിൽ നിന്നാണ്, ഇപ്പോഴത്തെ ഇറാനിൽ നിന്നാണ് ബിരിയാണി വന്നത്. അമേരിക്കയിൽ ന്യൂയോർക്കിൽ എത്രയോ പ്രാവശ്യം ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അമേരിക്ക ജാക്സൺ ഹില്ലിൽ പോയി കഴിഞ്ഞാൽ കിട്ടാത്ത ഭക്ഷണമുണ്ടോ? അപ്പം ഭക്ഷണവും ഭാഷയും എല്ലാം അമേരിക്കയിലും ഉണ്ട്. as long as അമേരിക്ക brings honestly, എത്യോപ്യൻ ഫുഡ് അമേരിക്ക കിട്ടുമല്ലോ, അതിപ്പോ ഹെറിറ്റേജ് അല്ലേ? ഓക്കെ, ഞാനൊന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിക്കാമോ? Yes, sir. Please go ahead, sir. Please. ഞാൻ ഈ പ്രഭാഷണത്തിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്നു. 2 ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ഈ ഹെറിറ്റേജ് എന്നുള്ള ഒരു പദത്തിനെ എന്തുകൊണ്ടോ മലയാളികള് അതിന്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊള്ളാതെ വെറും പാരമ്പര്യത്തിലേക്ക്, പാരമ്പര്യവാദം, പഴമയുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഗുണത്തെക്കാൾ ദോഷമല്ലേ ചെയ്യുന്നത് എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം തികച്ചും ഇവിടെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. അത് ഈ ആർക്കിയോളജിയെ പറ്റിയാണ്. ഈ നമ്മുടെ കുട്ടികള് ഈ ആർക്കിയോളജി പോലുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു സംശയം, ഈ ആർക്കിയോളജി എന്ന് പറയുന്ന വിഷയം സയൻസ് ആണോ ഹിസ്റ്ററി ആണോ എന്തോ ആണ് യഥാർത്ഥത്തിൽ എന്നൊരു സംശയമുണ്ട്. കാര്യം ഫോസിലിനെ പറ്റിയൊക്കെ ഉള്ള പഠനങ്ങൾ പോലും ഈ ആർക്കിയോളജിയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പല പുരാതന ജീവികളെ പറ്റി മനസ്സിലാക്കുന്ന ഫോസിൽസുകളുടെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളു. അപ്പൊ അത് സയൻസ് പരമായ വിഷയമാണ്. എന്നാൽ ചരിത്രമില്ലാതൊരു ആർക്കിയോളജി ഇല്ല. അപ്പോഴേ ആർക്കിയോളജി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിനെ പറ്റി കൂടെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഈ 2 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സർ, ആക്ച്വലി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം പറയാം. ആർക്കിയോളജി ഒരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ്. സോ ബിക്കോസ് ഒരു വൈഡ് ഡെഫിനേഷൻ പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി, ഹ്യൂമൻ പാസ്റ്റ് ആണ് ഇത് പഠിക്കുന്നത്. അപ്പൊ ഒരു ഹ്യൂമൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവം, ഇപ്പൊ നമ്മള് കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസ്, അല്ലെങ്കിൽ
നമ്മുടെ വസ്ത്രങ്ങള്, എവ്രിതിങ് ഈസ് നമ്മളൊരു എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ഒരു ആർക്കിയോളജിക്കൽ ഒരു സയന്റിഫിക്കലി ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഒരു എക്സ്കവേഷൻ എന്ന് പറഞ്ഞത്, കുഴിച്ചെടുക്കുന്നത്. ബേസിക്കലി അതൊരു വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഈ അവശേഷങ്ങളിൽ നമ്മുടെ ധാന്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എല്ലുകളുണ്ട്, അല്ലെങ്കിൽ സെറമിക്സ്, പോട്ടറി ഉണ്ട്. അപ്പൊ ഇതെല്ലാം സയന്റിഫിക്കലി ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് വെച്ചാൽ അതൊരു സയന്റിഫിക് പ്രോസസ്സാണ്. നമ്മൾ ലാബിൽ കൊണ്ടുപോയി അതിനെ പല തരത്തില് ട്രീറ്റ് ചെയ്ത്, പല തരത്തില് മൈക്രോസ്കോപ്പിക് സ്റ്റഡി ചെയ്ത് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊരു വളരെ സയന്റിഫിക് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. പക്ഷെ ഇന്ത്യയിലെ മിക്ക യൂണിവേഴ്സിറ്റിയിലും ഇത് ആർട്സ് കോഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഗ്രാജുവേഷൻ ലെവലില് നിങ്ങൾ എന്ത് സബ്ജക്ട് പഠിച്ചാലും, ബോട്ടണി, സുവോളജി, ഏത് സബ്ജക്ട്, കെമിസ്ട്രി പഠിച്ച ഏത് കുട്ടികൾക്കും മാസ്റ്റേഴ്സ് ലെവലില് ആർക്കിയോളജി എടുക്കാം. Because it is useful, it is definitely very, very integral to the understanding of human societies. So അത് കാരണം ആർക്കിയോളജി ഒരു ആർട്സ് ഫാക്കൽറ്റിയിൽ അവൈലബിൾ ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ടുണ്ടെന്ന് വെച്ചാലും ഇറ്റ് ഇസ് എ എക്സ്ട്രീംലി മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്ട്. So children, students from all disciplines are can find a place in, can not just find if they can not just take admission in studying archaeology at a post-graduation level, but also they will see the worth in it, because anthropology, botany, chemistry, everything is interconnected to the subject of archaeology. Archaeology technically ഒരു എക്സ്കവേഷൻ ചെയ്ത് എടുക്കുക എന്നുള്ള സംഭവമാണ്. ആ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം മെറ്റൽ ആന്ന് വെച്ചാലും യു നീഡ് ടു ഡു മെറ്റലർജി, or you need to know പഴയ ഹണ്ടർ ഗാദറേഴ്സിന്റെ സമയത്തുള്ള ധാന്യങ്ങളാന്ന് വെച്ചാൽ പാലിയോ ബോട്ടണി ഉണ്ട്. Paleo means old basically, so old botany, അല്ലെങ്കിൽ paleozoology ഉണ്ട്, അല്ലെങ്കിൽ paleontology ഉണ്ട്, whereas you correctly said study of fossils. But because these are scientific procedures, even a student of hardcore science can join archaeology and find his place in the discipline, simply because he or she wants to understand human society in its totality. പിന്നെ സാർ ആദ്യം പറഞ്ഞത് പഴമേനെ കുറിച്ചിട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴമ പുരാണം പറഞ്ഞിട്ട് അതില് മറ്റേ സാറ് എഴുതിയ പോലെ എന്റെ അപ്പൂപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഈസ് ഹെറിറ്റേജ്. ആസ് ഐ ഓൾവേസ് സേ, വാട്ട് യു ടേക്ക് അവേ ഫ്രം ഇറ്റ്, what do you take away from what has happened in your past? That is important. That makes us, that is why we are humans. We are an evolved human being, so our evolution the bhagana that you understand what has happened in the past to become. പക്ഷെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഇത് വളരെ റെലവെന്റ് ആണ്. നമ്മൾ വീണ്ടും റിഗ്രസീവ് ആവാണ്. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ ഇപ്പോഴും നമ്മുടെ ജാതി, മതം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് വഴക്കുകൂടി പ്രൊപ്പഗാൻഡ ചെയ്ത്, ദാറ്റ് ഈസ് ജസ്റ്റ് നോട്ട് റൈറ്റ്. So we are backtracking, we are become, instead of being progressive, we are being regressive. It is ഈ പഴമ നമ്മുടെ കുടുംബയോഗം, കുടുംബചരിത്രം ഒക്കെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ഇറ്റ് നീഡ്സ് ടു ബി ഡോക്യുമെന്റഡ്. വെരി ഗുഡ്. പക്ഷേ we have to go beyond that. You have to go beyond that and understand what is the change you can bring about. നമ്മുടെ പഴമയിൽ ഒരുപാട് ഈവിൽസ് ഉണ്ടായിരുന്നു, ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു. അതിനെ തിരുത്തി നമ്മൾ എങ്ങോട്ട് എത്തണമെന്നുള്ളതാണ് നോക്കേണ്ടത്. Is that okay? Okay, thank you. ഈ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, ഈ ആർക്കിയോളജി സബ്ജക്ട് എടുത്ത് പഠിച്ചാൽ ഇന്ത്യയിൽ അതിന്റെ സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്ന് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ അൺലൈക്ക് എന്റെ ഞാൻ പഠിച്ച സമയത്ത് അത് അക്കാഡമിക്സ് ആയിരുന്നു ഒരു മെയിൻ ആയിട്ടുള്ള. നിങ്ങൾ PhD ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ, NET നമ്മുടെ നെറ്റൊക്കെ കിട്ടിയെന്ന് വെച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം. സോ ഐ യൂസ് ടു ടീച്ച്. പക്ഷെ ഇന്നത്തെ കാലത്ത് ചിൽഡ്രൻ ആർ ഭയങ്കരമായിട്ട് അവര് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത്, ദേ ഹാവ്
ഒരുപാട് കോമ്പിനേഷൻസ് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ടൂറിസത്തിനെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ആർക്കിയോളജി പഠിച്ച കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്, സിഗ്നിഫിക്കൻറ്റ്. നിങ്ങൾ തന്നെ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ടൂറിസം എന്തുമാത്രം എക്സ്പ്ലോർഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ, യുനോ. സോ there are lots of possibilities in that field. പിന്നെ ഇതേപോലെ തന്നെ ആർക്കിയോളജി പഠിച്ചിട്ട് you can be a teacher, you can എന്താ പറയാ ആർക്കിയോളജിക്കൽ സർവേയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. പക്ഷെ ഇതിനെ മിക്സ് ചെയ്ത് ഇപ്പൊ ഏൻഷ്യൻ ജേർണലിസത്തിനെ മിക്സ് ചെയ്തിട്ട് പഴയ കാര്യങ്ങൾ എഴുതുന്ന ആളാ, that kind of thing. So there are a lot of possibilities in the modern, അല്ലെങ്കിൽ ഇപ്പൊ like ബ്ലോഗ് എഴുതുക, ഡോക്യുമെന്ററി ഉണ്ടാക്കുക. There's so many things that is possible. I can say that because ഹെറിറ്റേജ് വാക്ക് എന്ന് പറഞ്ഞ ഇനിഷ്യേറ്റീവ് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ വലിയ രീതിയിൽ അല്ല ഇന്ത്യയുടെ, ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ് അറ്റ് ഓൾ. പക്ഷെ ഓൾ ഓവർ ദ വേൾഡ് ഹെറിറ്റേജ് വാക്ക്, ഹൗ യു കണ്ടക്ട് വാക്സ്, how you engage with the society, all these are things which ഞാൻ ഇവിടെ നടത്തിയ ഹെറിറ്റേജ് വാക്ക് എന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ വോളണ്ടറി തിങ്. ആരും കാശൊന്നും തരണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫ്രീ ഫോർ എവറിബഡി. പക്ഷെ if you look at some of the important walks, heritage walks that are happening in the country, a lot of them, like per person they charge like 500-600 rupees. So you can imagine, like ഞാൻ നടത്തുന്ന ഹെറിറ്റേജ് വാക്കിൽ തന്നെ ഏതൊരു വാക്കിലും ഒരു 50-60 പേര് വരും. അപ്പൊ എല്ലാവരുടെയും ഒരു 500 rupees വെച്ച് വാങ്ങിച്ചാൽ എത്രയാവും? So what I'm saying is there are lots of possibilities now in the present scenario. It's not that heritage archaeology പഠിച്ചാൽ നിങ്ങൾക്ക് പ്രൊഫസർ ആവാൻ മാത്രമേ പറ്റുള്ളൂ എന്ന്, അങ്ങനെയല്ല. There are a lot of possibilities. പിന്നെ ഫ്ലിപ്പ് സൈഡും ഉണ്ട്. ഇന്നത്തെ ഗവൺമെന്റും പ്രൊപ്പഗൻഡയും ഇൻട്രസ്റ്റും ഒക്കെ ഒരുപാട് സമയം നമ്മളെ it becomes a little difficult to work in today's circumstances, because a certain set of people want you to say only a certain kind of thing, so there propaganda pole aipo adante prashnagalokku undu. പക്ഷേ if you want to pick up a job and if you want to do this, it's limitless, പക്ഷേ true passion ഉണ്ടായിരിക്കണം ഈ സബ്ജക്റ്റിൽ. I know I'm not saying you can make lots of money or anything of that sort, but there are a lot of possibilities. Yes. അടുത്ത മിസ്റ്റർ VI ജേക്കബ് സർ. ഡോക്ടർ ബീന തോമസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വിഷയത്തില് പെരിഫറലായിട്ടാണെങ്കിൽ പോലും ഇതിന്റെ എല്ലാ വശങ്ങളും ടച്ച് ചെയ്തു. അപ്പൊ ഇവിടെ വന്ന 1-2 കമന്റ്സ്, ട്രൈബൽസ് ഡിഡ് നോട്ട് ഡെവലപ്പ് എന്നൊരു കമന്റ് അവിടെയൊക്കെ വായിച്ചു ഞാൻ. അപ്പൊ ഇപ്പൊ ഇവിടെ ആൻസർ പറഞ്ഞപ്പോ ഈ പല ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ന്യൂനതകളെ പരിഹരിക്കുവാൻ ഹെറിറ്റേജ്, ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഇവിടെ പലപ്പോഴും ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ പ്രതാപം കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു വസ്തുതയായിട്ട് മാത്രമാണ് പലരും അതിനെ കാണുന്നത്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഇപ്പം to prevent the repetition of atrocities committed against the oppressed community. അതായത് ഇത് in the past നമ്മളിപ്പോ ട്രൈബൽസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അവരെങ്ങനെ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അവര് ഒരു കാലത്ത് ഇവിടെ ആയിരിക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഒറിജിനൽ ഇൻഹെബിറ്റൻസ്. അവിടെ പിന്നെ പാണ്ഡ്യ രാജാക്കന്മാര്, പിന്നെ ചേര രാജാക്കന്മാർ, ഇങ്ങനെയുള്ള രാജാക്കന്മാരും അവരുടെ കൂട്ടരും എല്ലാം വന്നപ്പം they were driven out from the, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആരെങ്കിലും വനത്തിന്റെ അടുത്ത് ഈ ഇപ്പം കാട്ടിന്റെ അടുത്ത് താമസിക്കുന്ന കാട്ടിനകത്ത് താമസിക്കുന്ന ആദിവാസികളുണ്ട്. why did they go? അവരെന്തിനാണ് അവിടോട്ട് പോയതെന്ന് പറഞ്ഞാൽ they were driven out from the mainland. പിന്നെ അവര് മാർജിനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആകാൻ കാരണം നമ്മുടെ ഈ അവരെ വന്ന് കീഴടക്കിയതാണ് ഒരു കൂട്ടം ആളുകൾ. അതാകാനാണ് സാധ്യത. കാരണം ഈ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതൊക്കെ വരാൻ കാരണം ആ കാലത്ത് ഒരുപക്ഷെ ഇവരെ എന്തും ചെയ്യാനുള്ളൊരു
റൈറ്റ് ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ അവിടെ ഒരു ഒരു അവിടെ ഒരു ലൈൻ വരച്ചു, യു ഡോണ്ട് ഗോ ബിയോണ്ട് ദിസ് ടു ദം, കീപ് അവേ ഫ്രം ദം. അതായിരിക്കാം ഈ തോട്ട്, ഞാൻ അങ്ങനെ ഊഹിക്കുക. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് പുലിയനാർ കോട്ട എന്നൊരു സ്ഥലമുണ്ട്. അത് ഒരു കാലത്ത് പുലിയ രാജാക്കന്മാരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. അവിടെ ആനയറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അവരുടെ ആനകളെ കെട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അത് ചരിത്രത്തിൽ അവരെ മറന്നു കളഞ്ഞു. ചരിത്രത്തിൽ അവർ രേഖപ്പെടുത്തുന്നില്ല. അവര് പുലിയന്മാര് അവർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിട്ട് അവര് സപ്രസ് ചെയ്ത് കളഞ്ഞു. അതുപോലെ പിന്നെ കുറവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പല കൺട്രീസിലെയും ഇപ്പം പപ്പുവ ന്യൂഗേനിയയിലെ ആദിവാസികൾ ആരാണെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണുന്നത് കുറവ. എങ്ങനെ ഈ പേര്? ഇപ്പം കർണാടകയിലെ കുറൈവ് അവരാണ് അവിടുത്തെ ആദിവാസികൾ. അതുപോലെ ഈ ത്രൂ ഔട്ട് ഫ്രം മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെ പോയി ഓസ്ട്രേലിയ വരെ ഈ കുറവ എന്നൊരു പേര് കാണാം ആദിവാസികൾ. അതെങ്ങനെ വന്നു? ഒരു 60,000 years മുതൽ ഇത് കണക്ട് ചെയ്ത സമയത്ത് ഒറിജിനൽ ഇൻഹെബിറ്റൻസ് ആകാം ഒരു പക്ഷെ അത് അവരുടെ DNA ഒക്കെ എക്സാം ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ അവരെ ഈ ഹെറിറ്റേജ് മനസ്സിലാക്കേണ്ടതിന്റെ കാരണം ടു പ്രിവെന്റ് റിപ്പറ്റേഷൻ ഓഫ് things such atrocities committed against these communities. അതേ എനിക്ക് പറയാനായിട്ട്. Yes, I agree. I totally agree, sir. നമ്മുടെ ഇതുവരെ ഹാൻഡ് റൈസ് ചെയ്തവരുടെ നമ്പറുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനിയും വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ഞാൻ VI ജേക്കബ് സാറിനെ തന്നെ ക്ഷണിക്കുവാണ്. അതിനു മുമ്പ് ഞാൻ GM രാജു പുലിക്കോട്ടിൽ സാറിനോട് പറയുന്നു, ഇന്നത്തെ പ്രാർത്ഥന വോട്ട് ഓഫ് താങ്ക്സിന് ശേഷം സാർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് രാജു അഞ്ചേരി അച്ഛന് മീൻസ് ആശീർവാദവും പറയണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ VI ജേക്കബ് സാറ് വോട്ട് ഓഫ് താങ്ക്സ് പറയും. കൃതജ്ഞത പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 253ാമത് വെബിനാറാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭംഗം കൂടാതെ 253 വെബിനാറുകൾ എല്ലാ ശനിയാഴ്ചയും നടത്തുവാൻ ഇടയായ അതിനായിട്ട് ആദ്യമായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ നമ്മുടെ ലൈവ് വെബിനാറിൽ വ്യത്യസ്തതകൾ ഉള്ള ഒന്നായിരുന്നു. പുരാവസ്തു ഹെറിറ്റേജ് മേഖലകളിൽ മലയാളികൾ അത്ര താല്പര്യം കാണിക്കാത്ത ഒരു വിഷയമാണ്. എന്നാൽ ഇന്നിലേക്കുള്ള പ്രയാണം മനസ്സിലാക്കാൻ നമ്മുടെ ഹെറിറ്റേജ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. നമ്മുടെ പൂർവികർ സഞ്ചരിച്ച വഴികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വിഷയത്തില് നല്ല ഒരു പ്രഭാഷണം നമ്മൾ ഇന്ന് ശ്രവിച്ചു. ഇന്ന് ഈ പ്രഭാഷണം അവതരിപ്പിച്ച വ്യക്തി ജീവിതത്തിൽ ഹെറിറ്റേജിന്റെ പ്രാധാന്യം എന്ന വിഷയം അവതരിപ്പിച്ച ഡോക്ടർ ബീന തോമസ് തരകനോടുള്ള നന്ദിയും കൃതജ്ഞതയും ഞാനിവിടെ അറിയിച്ചു കൊള്ളട്ടെ. സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. ഡോക്ടർ ബീന തോമസ് തരകന്റെ ഭർത്താവ് JS അടൂർ ഈ ഫോറത്തിന് മുമ്പ് 2 പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഓർമ്മയിലെ കേരള ക്രിസ്ത്യൻസ് എന്നതും പിന്നെ ടൈം മാനേജ്മെന്റ്, ഈ 2 വിഷയങ്ങളുടെ അത് ഞാൻ ഈ സമയത്ത് ഓർത്തു കൊള്ളട്ടെ. നമുക്ക് ഇന്ന് മോഡറേറ്റ് ചെയ്തത് നമ്മുടെ മെയിൻ അഡ്മിനായ വിൽസൺ കരിമ്പന്നൂർ സാറാണല്ലോ. നമ്മുടെ എല്ലാ വെബിനാറുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ നെടുന്തൂണായിരിക്കുകയും ചെയ്യുന്നത് വിൽസൺ ആണ്. കൂടുതലായിട്ടൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഫോറത്തിൽ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ശ്രീ വിൽസനോടുള്ള നന്ദിയും സ്നേഹവും ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് ഈ വെബിനാറിന് ഇൻട്രൊഡക്ഷൻ നൽകുകയും വെബിനാറിനെ ചുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്തത് നമ്മുടെ അഡ്മിൻ കൂടിയായ ബെന്നി തോമസ് പരിമളമാണ്. ബെന്നിയോടുള്ള നന്ദിയും സ്നേഹവും ഞാനിവിടെ അറിയിച്ചു കൊള്ളണം. ഇന്ന് നമുക്ക് പ്രാരംഭ ഗാനം ആലപിക്കുകയും പ്രാരംഭ പ്രാർത്ഥന നടത്തുകയും ചെയ്തത്
മിസ്സസ് സിനി റേച്ചൽ മാത്യു ആണ്. വളരെ ഷോർട്ട് നോട്ടീസിലായിരുന്നെങ്കിൽ തന്നെ മനോഹരമായ ഗാനം ആലപിക്കുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത സിനിയോടുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നമുക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നത് നറൂൾ ഇടവയിൽ നിന്നുള്ള ശ്രീ ജോസ് മാത്യു ആണ്. എപ്പോഴും നമുക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നത് അദ്ദേഹം തന്നെയാണ്. ജോസ് മാത്യുവിനോടുള്ള പ്രത്യേകമായ നന്ദിയും കൃതജ്ഞതയും ഞാനിവിടെ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് അനൗൺസ്മെന്റ് നടത്തിയത് വിൽസനാണ്. പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ തുടർ ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവരോടും ഉള്ള നന്ദി ഞാനിവിടെ അറിയിക്കട്ടെ. തുടർ ചർച്ചകളിലൂടെയാണ് ഈ ഒരു വിഷയം കൂടുതൽ വിശാലമാകുന്നത്. അതില് പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഈ വെബിനാറിൽ പങ്കെടുത്ത ഇത്രയും സമയം ക്ഷമയോടുകൂടെ ഇവിടെ ഇരുന്ന എല്ലാവരോടുമുള്ള, ഈ പ്രതികൂല കാലാവസ്ഥയായിരുന്നിട്ട് പോലും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിച്ചുകൊണ്ട് ഈ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കട്ടെ. താങ്ക് യു സാറേ. അതുപോലെ ബീന മാഡത്തിന് ഒരു വട്ടം കൂടെ വ്യക്തിപരമായിട്ടും ഗ്രൂപ്പിന് വേണ്ടി ഒരു വട്ടം കൂടെ നന്ദി അറിയിക്കുന്നു. ഇപ്പോഴേ പ്രാർത്ഥനയ്ക്കായിട്ട് GM രാജു പുലിക്കോട്ടിൽ സാറിനെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദം പറയണം. അത് കഴിഞ്ഞിട്ട് അനൗദ്യോഗികമായിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഇപ്പോൾ ഒഫീഷ്യൽ പ്രാർത്ഥനയ്ക്കായിട്ട് GM രാജു സാർ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ രാത്രി സമയത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലൈറ്റ് ടു ലൈറ്റ് പ്ലാറ്റ്ഫോമിൽ കർത്താവെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കണം. കർത്താവെ, നീ ഞങ്ങളെ സഹായിച്ചിരുവയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് വിഷയം അവതരിപ്പിച്ച പ്രിയപ്പെട്ട കർത്താവെ സഹോദരിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകൾ കൊടുത്ത എല്ലാ താലന്തുകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയപ്പെട്ട മകളിലൂടെ നീ ഞങ്ങളുടെ ഈ അടിയങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പൈതൃകം കർത്താവെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയും മനസ്സിലാക്കി തരുവാൻ കർത്താവെ, അത് ഞങ്ങളെ എന്തുമാത്രം സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കി തരുവാൻ കർത്താവെ നേടികളെ സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എന്റെ മകളെ കൂടുതലായി അനുഗ്രഹിക്കണമേ, കൃപയിൽ സൂക്ഷിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും കർത്താവെ തിരുസാന്നിധ്യം കൃപയുണ്ടാകുവാൻ കർത്താവെ നീ ഇടയാക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും പേർക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ തൊക്കെ കർത്താവെ ഇത് ഞങ്ങളെ സഹായിച്ചുവല്ലോ. കടന്നു വന്ന് ഇത് സംബന്ധിച്ച എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ മക്കളോട് ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ലോകത്ത് കർത്താവെ നിന്റെ നല്ല സാക്ഷികളായി പ്രവർത്തിക്കാൻ തൊക്കെ അവരെല്ലാവരെയും ഒരുക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. അടുത്ത ആഴ്ച ഞങ്ങൾ കൂടി വരുമ്പോഴേയും തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുമാറാകണമേ. എല്ലാവിധ ആവശ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. സകലതും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയുടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടിയും നാം കേട്ട ചിന്തകളോട് കൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.